ഇപ്പോൾ നമ്മൾ ആ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ഡെൻസ് ലെയർ ഫുള്ളി കണക്റ്റഡ് എന്ന് പറയും. നമ്മൾ ഓരോ ന്യൂറോൺസ് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടാവില്ലേ, സ്റ്റാർട്ട് ടു എൻഡ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ടു എൻഡ് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കയറാനാണോ? അന്ന് മെസ്സേജ് അയച്ചായിരുന്നു ഒരു 35 ആയപ്പോൾ. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ന്യൂറോൺസ് ടോട്ടലി കണക്റ്റഡ് ആയിട്ടല്ലേ വരുന്നത്. ഓരോ ന്യൂറോൺസൊന്നും ഇങ്ങനെ കണക്ഷൻസ് എല്ലാത്തേക്കും പോകുന്നു. സോ അതാണ് ഡെൻസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫുള്ളി കണക്റ്റഡ് എന്ന് പറയും. സോ ഇത് ഫോർവേഡ് പാസിൻ്റെതാണ്. സോ ഇതിൽ ന്യൂറോൺസ് പാസ് ചെയ്യുന്നത് ആ ഒരു ഇൻപുട്ടാണ് ഈ ഒരു ബ്ലൂ കളറില്ലേ, ആ ബ്ലൂ കളറും പിന്നെ ഔട്ട്പുട്ട് ആ ഒരു പർപ്പിൾ കളറുള്ളത്. ബാക്കി രണ്ടെണ്ണം ഹിഡൻ ലെയേഴ്സ്. സോ ഈ ഒരു സ്ട്രക്ചറിലാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യുക. ഇതിൽ ANN ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ആ ANNൽ ടോട്ടലി പ്രീ പ്രോസസ് കഴിഞ്ഞപ്പോൾ 51 ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. 16 എണ്ണമായിരുന്നു. അതിൽ 1 ഹോട്ട് അപ്ലൈ ചെയ്തു. 1 ഹോട്ട് അപ്ലൈ ചെയ്തപ്പോൾ 51 എണ്ണമായി. പിന്നെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തായിരുന്നത് ആ ഒരു 51 ന്യൂറോൺസാണ് ഇൻപുട്ട് ന്യൂറോൺസ് ആയിട്ട് കൊടുത്തായിരുന്നത്. പിന്നെ ഹിഡൻ ലെയറിൽ ഫസ്റ്റിൽ നമ്മളൊരു 32 ന്യൂറോൺസാണ് കൊടുത്തായിരുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് 51 ഫീച്ചേഴ്സ് ഇല്ലേ, സോ അതിന് ഏറ്റവും ലോയിലൊരു വാല്യൂ ആണ് കൊടുക്കണമെങ്കിൽ അതിന് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 2ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള നമ്പേഴ്സാണ് ഒരു കമ്പ്യൂട്ടേഷനൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ. അവയിൽ കാണുന്നുണ്ടോ സ്ക്രീന്? കാണാലോ. അപ്പോൾ നമ്മൾ ഒരുപാട് ന്യൂറോൺസ് അവിടെ സെറ്റ് ചെയ്തെന്ന് വയ്ക്കുക. ഹിഡൻ ലെയേഴ്സിൻ്റെ കൗണ്ട് പറയാം. ആദ്യം ഹിഡൻ ലെയേഴ്സ് പറയാം. ഇപ്പോൾ നമുക്ക് ഇതിലൊരു 45,000 റോസൊക്കെ ഉള്ളൂ. ടോട്ടൽ ഡാറ്റ എന്ന് പറയുന്നത് ടാബ്ലർ ഡാറ്റയിൽ 45,000 റോസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഹിഡൻ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുക? കോംപ്ലക്സിറ്റി കൂടി വരുന്ന ആ ഒരു ടൈപ്പിലാണ്. ആദ്യത്തേൽ ഒരു പർപ്പസ് ഉണ്ടാവും. ഇപ്പോൾ ഇമേജിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം എഡ്ജസ് ഡിറ്റക്റ്റ് ചെയ്യും, പിന്നെ ഷേപ്സ്, പിന്നെ ഫീച്ചേഴ്സ്, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അതിന് മാത്രം കോംപ്ലക്സിറ്റി ഉള്ള ഡാറ്റ ഇല്ല. അതുകൊണ്ടാണ് 2 ഹിഡൻ ലെയറൊക്കെ മതി എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. ഒരു 45,000 റോസ് ഉള്ളതുകൊണ്ട്. ഇമേജസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3-4 ലെയറൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അത്രയും കോംപ്ലക്സിറ്റി ഈ ഡാറ്റയ്ക്ക് ഇല്ല. അതുകൊണ്ട് നോർമലി ഒരു 1 or 2 ലെയേഴ്സ് മതി ഹിഡൻ ലെയേഴ്സ്. പിന്നെ കൂടുതൽ കൊടുക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കോംപ്ലക്സിറ്റിയും വരും, കൂടുതൽ പാരാമീറ്റേഴ്സ് വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്താണ് പോകുന്നത്. ഓരോ ന്യൂറോണിലും ഈ ഡാറ്റ പാസ് ചെയ്ത് പോകണം. അപ്പോൾ ഒരുപാട് ലെയേഴ്സ് എടുക്കുക എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാരാമീറ്റേഴ്സ് വരും. ഇപ്പോൾ നമുക്ക് ഇതിൽ ടോട്ടലി 1264 സംതിങ് പാരാമീറ്റേഴ്സാണ്. നമ്മൾ ഹൈപ്പർ പാരാമെട്രിക് ട്യൂണിങ് റൺ ചെയ്തപ്പോൾ ഒരുപാട് കോമ്പിനേഷൻസ് വന്നായിരുന്നില്ലേ. 5 ക്രോസ് വാലിഡേഷൻ്റെ എടുക്കും, പിന്നെ എത്ര പാരാമീറ്റേഴ്സ് വരുന്നുണ്ടോ അതിൻ്റെ എടുക്കും. സോ അപ്പോൾ തന്നെ 900 സംതിങ് പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. സോ അവിടത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കമ്പ്യൂട്ടേഷൻ ഒന്നുകൂടിയും കൂടുകയാണ്. സോ ആ ലോഡ് കൂടുന്നതുകൊണ്ടാണ് ഒരുപാട് ഹിഡൻ ലെയേഴ്സ് അവിടെ അപ്ലൈ ചെയ്യാത്തത്. നമ്മൾ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് ഹിഡൻ ലെയേഴ്സ് അപ്ലൈ ചെയ്യുക. അങ്ങനെ സർട്ടൻ റൂളും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി ന്യൂറോൺസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 51 ന്യൂറോൺസ് ഉണ്ടായിരുന്നു. പ്രീ പ്രോസസ്സിങ് കഴിഞ്ഞപ്പോൾ 1 ഹോട്ട് കഴിഞ്ഞപ്പോൾ 51 ന്യൂറോൺസ് ഇൻപുട്ട് ലെയറിൽ മാത്രം ഉണ്ടായിരുന്നു. സോ അത് സ്റ്റാറ്റിക്കാണ്, സ്റ്റേബിളാണ്. നമുക്ക് പ്രീ പ്രോസസ്സിങ് ഇല്ല, 1 ഹോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആ 16 ന്യൂറോൺസ് അവിടെ അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ നമ്മൾ ആ ക്ലീൻ ചെയ്തിട്ട് വരുന്ന ഡാറ്റയാണല്ലോ 51 ന്യൂറോൺസ്. സോ ഇൻപുട്ട് വരുന്നത് അതിൽ നമുക്ക് അങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന വേറൊരു സംഭവമാണ് ഔട്ട്പുട്ട് ലെയറിലുള്ള ന്യൂറോൺസ്. സോ ഇതിൻ്റെ ഔട്ട് വന്നായിരുന്നത് ഒരു ന്യൂറോൺ എന്നായിരുന്നു. നോക്കട്ടെ,
ഓക്കെ, ഒരു ന്യൂറോണാണ് വന്നായിരുന്നു. അതിൻ്റെ അതിൽ ആക്ടിവേഷൻ ഫംഗ്ഷൻ സിഗ്മോയിഡാണ് അപ്ലൈ ചെയ്തായിരുന്നത്. സോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ 0 or 1 ആണ് വരുന്നത്, യെസ് ഓർ നോ ടൈപ്പാണ് വരുന്നത്. അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുക, അവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അത് യെസ് എന്നുള്ള ടൈപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ നോ എന്നുള്ള ടൈപ്പ്, അതാണ് വന്നിരുന്നത്. സോ 0 or 1 ആണ് വരുന്നത്. സോ അവിടെ ഒരു ന്യൂറോണിന് ഏതെങ്കിലും ഒരു ടൈപ്പ് വരണം എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് സിഗ്മോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ആണ് ഈ ഹിഡൻ ലെയേഴ്സ് ഇല്ലേ, ഹിഡൻ ലെയേഴ്സിൽ എപ്പോഴും റെലു ആയിരിക്കും ഡീഫോൾട്ട് ആക്ടിവേഷൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. കാരണം അതിൻ്റെ വാല്യൂ റേഞ്ച് ആണ് 0 to infinity അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് റേഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ സിഗ്മോയിഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 0 ഉം 1 ആണ്, റെലുവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 0 and infinity ആണ്. സോ മൈനസ് വന്നാലും 0 വന്നാലും അത് 0 ആക്കിയിട്ട് ഇടുക. -8 എന്നുള്ള വാല്യൂ വരിക എന്നുണ്ടെങ്കിൽ ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ ലെയറിന് സമ്മേഷൻ ചെയ്തിട്ട് പുറത്തു പോകുന്ന വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് സമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്? ഔട്ട് എന്ന് പറയുന്നത് z = x1w1 + x2w2 + r2 xnwn + ബയാസ്. ഇതായിരിക്കും ഈ ഒരു ഡാറ്റ പാസ് ചെയ്യുമ്പോൾ ഈ ഓരോ ന്യൂറോൺസ് ഒന്നും ടോട്ടലി പുറത്തു പോകുന്നത്. ഈ ഒരു ലെയറിൽ നിന്ന് പുറത്ത് പോകുന്നത് ഈ ഒരു സമ്മായിരിക്കും, സമ്മ് എന്ന് പറയും. സോ ഇതിൻ്റെ സമ്മാണ് വരുന്നത്, ഇവരെല്ലാം കൂടി ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത്, അതിൻ്റെ സമ്മാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ടിവേഷൻ ഫംഗ്ഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ റെലു ഓഫ് z ആണ് അതിൻ്റെ ഔട്ട് കറക്റ്റ് വരുന്നത്. ആക്ടിവേഷൻ ഫംഗ്ഷൻ ആഡ് ചെയ്യുമ്പോൾ, ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് മാത്രമാണ് z എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ z എന്ന് പറഞ്ഞിട്ടുള്ള അത് മാത്രമാണ് പുറത്ത് വരിക. സോ ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്ട് z എന്ന് പറഞ്ഞിട്ടുള്ള ടേം മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വാല്യൂസ് എല്ലാം ഒരേപോലെ ആയിരിക്കും പോകുന്നത്, ചേഞ്ച് ഉണ്ടാവില്ല. നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ആ നോൺ ലീനിയാരിറ്റി ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഡാറ്റ ഫ്ലോ ആവുന്നത് ഈ വാല്യൂസ് മാത്രമായിരിക്കും എല്ലായിടത്തും ഫ്ലോ ആവുന്നത്, ചേഞ്ച് വരുന്നില്ലല്ലോ. ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്താലേ ഇപ്പോൾ 0 to infinity എന്നുള്ള റേഞ്ച് കൊടുത്താൽ മാത്രമാണ് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആകുമ്പോൾ അത് ചേഞ്ച് ചെയ്ത് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സെയിം ഡാറ്റയാണ് ഇവിടം തൊട്ട് ഔട്ട്പുട്ട് വരെ ഫ്ലോ ചെയ്യുക. അതുകൊണ്ടാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻസ് നോൺ ലീനിയാരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ആൻഡ് ഇതിൽ ഫോർവേഡ് പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, ഈ ഒരു ന്യൂറോൺസ് ഈ എൻഡ് വരെ ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ചു വരുന്നത്. അതായത് എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഓരോ ലെയറായിട്ട് ചെക്ക് ചെയ്യും. ഈ കണക്റ്റഡ് ആയതുകൊണ്ട് അതിന് ഓരോ വെയ്റ്റ്സും അറിയാം. ആ വെയ്റ്റ്സിൽ എവിടെയാണോ ഇഷ്യൂസ് ഉള്ളത് അത് ഈ ടേംസ് ഒക്കെ വെച്ചിട്ട് ക്ലിയർ ചെയ്യും. ഗ്രേഡിയൻ്റ് ഡീസെൻ്റ് ആൻഡ് ഒപ്റ്റിമൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് അഗെയിൻ പ്രോസസ്സ് ചെയ്യും. സോ നമ്മൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. മോഡൽ നമ്മൾ റാൻഡം ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കും, ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല അതിന്. ഓക്കെ, ML വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ റാൻഡം ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പാരാമീറ്റേഴ്സ് കൊടുക്കില്ലേ, അപ്പോൾ അതേപോലെ ജസ്റ്റ് ആ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, റൺ ചെയ്യിച്ചിട്ടൊന്നുമില്ല. സോ അതാണ് ഈ മോഡൽ ഡോട്ട് കമ്പൈൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ്. നമുക്ക് റൺ ചെയ്യിക്കണമല്ലോ. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫോർവേഡ് പാസിൻ്റെ മുന്നത്തെ ആ ഒരു സ്റ്റെപ്പ് വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഈ മോഡലിനെ വെച്ചിട്ട് അത് റൺ ചെയ്യിക്കണം, അതിനെ കറക്റ്റ് ചെയ്യിപ്പിക്കണം, അങ്ങനത്തെ പ്രോസസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ഈ ഡാറ്റ ആ ഒരു എൻഡ് വരെ പാസ് ചെയ്യണം. ഫോർവേഡ് പാസിൽ പോയില്ലേ, അപ്പോൾ ഇതുവരെ പാസ് ചെയ്യിപ്പിക്കണം, ഈ ഫ്ലോ ടോട്ടലി ചെയ്യിപ്പിക്കണം. പക്ഷെ നമുക്ക് ഈ ഡാറ്റ ഫ്ലോ ഉണ്ടാവില്ല, കാരണം നമ്മൾ ഇതേപോലെ എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് ഉണ്ട്, ഹിഡൻ ലെയേഴ്സ് ഉണ്ട് ആൻഡ് ഔട്ട്പുട്ട് ഉണ്ട്, ഇത്രയും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ.
ഇനിയാണ് ഈ ഒരു ന്യൂറോൺസ് ഇവിടെ നിന്ന് വെയ്റ്റ്സൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യേണ്ടത്. ഈ പാസ് ചെയ്തിട്ട് എൻഡ് വരെ പോയിട്ട് പിന്നെ ബാക്ക് പ്രൊപ്പഗേഷൻ ഇതേപോലെ സംഭവിക്കുന്ന പോലെ ഇങ്ങോട്ട് വരണം. ഓക്കെ, ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും കൂടി വരണം. സോ ഇതാണ് ഒരു ഫുൾ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ പ്രോസസ്സാണ് നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ മോഡൽ ഡോട്ട് കമ്പൈൽ എന്ന് പറഞ്ഞിട്ട് റൺ ചെയ്യിക്കാനുള്ള പ്രോസസ്സ്. ഒപ്റ്റിമൈസർ ഈക്വൽ ടു ആഡം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഒപ്റ്റിമൈസർ പറഞ്ഞു തന്നിട്ടില്ലേ? അതായത് ഈ ഒപ്റ്റിമൈസേഴ്സ് ആണ് ഈ വെയ്റ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇനീഷ്യലൈസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്യുക. സോ അത് റാൻഡംലി ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. റെലുവിൻ്റെ കൂടെ ഇപ്പോൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുക. വേറെ മെത്തേഡ്സ് ഉണ്ട്, സേവിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇവിടെ റെലുവിൻ്റെ കൂടെ ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് ഇനീഷ്യലൈസേഷൻ ആണ്. റാൻഡംലി ഒരു ചെറിയ വാല്യൂ ഓരോ ഇൻപുട്ടിനും അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ആൻഡ് അതിൻ്റെ ലോസ് നമ്മൾ MSE കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഇതിലിപ്പോൾ 2 ടൈപ്പാണുള്ളത്. ഒന്ന് യെസ് ഓർ നോ എന്നുള്ളത്, അല്ലെങ്കിൽ 0, 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടും ബൈനറി ആണ് വരുന്നത്. സോ അതുകൊണ്ടാണ് അവിടെ ലോസ് ഈക്വൽ ടു ബൈനറി ക്രോസ് എൻട്രോപ്പി. നമ്മൾ ഈ ലോസ് നോക്കിയിട്ടാണ് എത്രയാണ് കൺവേർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിഫറൻസ് നോക്കുക. ഓക്കെ, അപ്പം അത് നോക്കിയിട്ടാണ് ഈ ഒരു ലോസ് എന്നുള്ളത് ബൈനറി ക്രോസ് എൻട്രോപ്പി എടുത്തേക്കണം. ഇനിയിപ്പോൾ നമുക്ക് വേറെ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ എൻട്രോപ്പി ടൈപ്സ് വേറെ ഉണ്ട്, മൾട്ടിപ്പിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. സോ മെട്രിക്സ് ഈക്വൽ ടു അക്യുറസി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യില്ലേ, സെയിം അവിടുത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഇവിടെ ഉണ്ട്. കുറച്ച് മെത്തേഡ്സ് മാത്രം അങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നു എന്നുള്ളൂ. സോ ആദ്യം മോഡൽ അതെങ്ങനെ ലേൺ ചെയ്യണം, അവിടെ നിന്ന് ഒപ്റ്റിമൈസർ എങ്ങനെ വർക്ക് ചെയ്യണം, ഹൗ ഷുഡ് മിസ്റ്റേക്സ് മസ്റ്റ് ബി മെഷേർഡ്, ആൻഡ് ലോസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു, ഹൗ ഷുഡ് പെർഫോമൻസ് ബി ഡിസ്പ്ലേഡ്, ആൻഡ് മെട്രിക്സ്. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഇത് നമുക്ക് ഈ ഒരു റാൻഡം ഫോറസ്റ്റ് ഒക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴത്ത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഇത് കണ്ടായിരുന്നില്ലേ, മോഡൽ ലോഡ് ചെയ്ത് പാരാമീറ്റേഴ്സൊക്കെ വെച്ചിട്ട് പൈപ്പ് ലൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ അതേപോലെ മോഡൽ ഡോട്ട് സമ്മറി എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ലോഡ് ചെയ്തതെന്ന് നമുക്ക് കാണിക്കും. ഓക്കെ, ഡെൻസ് 3 ആൻഡ് ഔട്ട്പുട്ട് ഷേപ്പ് എത്ര ഉണ്ട്, അതിൻ്റെ ടോട്ടൽ പാരാമീറ്റേഴ്സ് എത്ര ഉണ്ടെന്ന്. ഡെൻസ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ന്യൂറോൺസ് വരണം, അതിൻ്റെ ഷേപ്പ് എത്ര ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇത് വരുന്നത്. സോ വാട്ട് ഡസ് കമ്പൈൽ ആക്ച്വലി ഡു? ആൻഡ് ഇപ്പോൾ നമ്മളെല്ലാം അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിനെ റൺ ചെയ്യിക്കാനുള്ള ഒരു പ്രോസസ്സാണ് കമ്പൈൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻപുട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടെ വെയ്റ്റ്സ് ഇനീഷ്യലൈസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. സോ അത് റാൻഡംലി കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇനീഷ്യലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിളിന് ഈ ഒരു 3 വെയ്റ്റ്സ് ആണെന്ന് വയ്ക്കാം. വെയ്റ്റ് 1 0.74, വെയ്റ്റ് 2 -0.39, വെയ്റ്റ് 3 1.12. ഇത് പ്രോബബ്ലി ഭയങ്കര റോങ് ആവാനും ചാൻസ് ഉണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് അപ്ഡേറ്റ് ചെയ്യുക. റാൻഡമിലി അങ്ങനെ ചൂസ് ചെയ്യുന്നതുകൊണ്ട് എക്സാക്ട്ലി നല്ല പെർഫോമൻസ് ആദ്യം തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരു 4 സ്റ്റെപ്പിൽ 5 സ്റ്റെപ്പിലൊക്കെ ആവും ഇത് കറക്റ്റ് ചെയ്യുന്നത്. സോ അത് റാൻഡംലി ചൂസ് ചെയ്യുന്നത് ഇനീഷ്യലൈസേഴ്സിൻ്റെ ആ ഒരു ഇപ്പോൾ നമ്മുടെ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, അതേപോലെയാണ് ഈ ഒരു ഇനീഷ്യലൈസേഴ്സ് വർക്ക് ചെയ്യുക. അതിന് ഒരു റാൻഡംലി വെയിറ്റ് അസൈൻ ചെയ്യുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും, ഇത്ര വരെ പോകുന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ പോലെയാണ് അത് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുക. റാൻഡംലി ആണെന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ് അത് കൊടുക്കുക. ഓക്കെ, then these weights are almost certainly wrong. The optimizer's job is to improve them after every batch. സോ നമ്മൾ ഇതിനാണ് ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ആഡം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആഡം, SGD, മൊമെൻറ്റം, RMS പ്രൊപ്പ്, ഇതൊക്കെ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാനാണ് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ആഡം എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ആഡത്തിന് നമ്മുടെ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ അറിയായിരിക്കും, മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ അറിയായിരിക്കും, ആൻഡ് എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ഏത് ഡയറക്ഷനിലോട്ട് പോയാലാണ്. ഇപ്പോൾ നമ്മൾ അപ്വേർഡാണ് ആ ഒരു എറർ കറക്റ്റ് ചെയ്യാൻ പോകണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ എറർ കൂടുകയാണ് ചെയ്യുക. സോ അതിന് അപ്വേർഡ് തന്നെ പോകണം എന്നുള്ള ആ ഒരു ഐഡിയ ഈ ഒരു ആഡത്തിന് ഉണ്ടാവും, ഒപ്റ്റിമൈസർ. സോ ഈ ഒപ്റ്റിമൈസർ വെച്ചിട്ട് ഈ HCക്ക് ഇൻഫർമേഷൻ കൊടുക്കും. സോ അവിടെ നിന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. സോ അതിൻ്റെ ഒരു ട്രെയിനിങ് സൈക്കിൾ എന്ന് പറയുന്നത് ഡ്യൂറിങ് എവറി ഐട്രേഷൻ ദ മോഡൽ പെർഫോംസ് പ്രഡിക്ഷൻ
കാൽക്കുലേറ്റ് എറർ, ബാക്ക് പ്രൊപ്പഗേഷൻ, ഒപ്റ്റിമൈസർ, അപ്ഡേറ്റ് വെയ്റ്റ്സ്, ബെറ്റർ പ്രഡിക്ഷൻ, റിപ്പീറ്റ്. സോ ഇത് കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ന്യൂറോൺസ് ബാക്ക്വേർഡ് ഫ്ലോ ചെയ്യുന്നില്ലേ, ബാക്ക് പ്രൊപ്പഗേഷൻ. ഇതിൽ ചെക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ ഒരു ഫ്ലോ ചെക്ക് ചെയ്യും. ഇവിടെ നിന്ന് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് മാത്രം അപ്ഡേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വിട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ മുന്നത്തേക്ക് അങ്ങനെ ചെക്ക് ചെയ്യേണ്ടി വരും. നോർമലി ഇത് ഔട്ടിൽ എത്തുമ്പോഴാണ് ആ ഒരു വെയിറ്റ് അവിടെ എത്തിയിട്ടില്ല എന്നറിയാം. അപ്പോൾ ഇവിടെ നിന്ന് കൊടുത്ത വെയിറ്റ്സും ഇൻപുട്ട് അല്ല ഇവിടെ എത്തിക്കണമെങ്കിൽ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് മീനിങ്. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു 99% അക്യുറസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈ വാല്യൂ ആണ്. അപ്പോൾ അതിൽ അക്യുറേറ്റ് ആയിട്ടാണ് കൊടുത്ത ഇൻഫർമേഷൻ ഇവിടെ എത്തിക്കണമെന്ന് അറിയാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 68%, 70% ഉള്ളെങ്കിൽ ബാക്കി 30% റോങ് ആണ്. അപ്പോൾ അതാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് എന്തുകൊണ്ട് ആഡം യൂസ് ചെയ്യുന്നു? ടെൻസർഫ്ലോ സപ്പോർട്ട്സ് മെനി ഒപ്റ്റിമൈസേഴ്സ്. ഈ ഒരു ടൈപ്പൊക്കെയാണ് ഇതിൽ. SGD ആൻഡ് മൊമെൻ്റ് എന്നുള്ള ടൈപ്പാണ് ഇമേജസ് CNN കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആഡം വൈഡ്ലി യൂസ്ഡ് ആണ് കുറേ ടൈപ്പിന്. RMS പ്രോപ്പ്, ആഡത്തിൽ RMS പ്രോപ്പും കൂടി ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ആഡം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെന്ന് പറയുന്നത്. പിന്നെ ടെക്സ്റ്റിൻ്റെ ഇതിനൊക്കെ ആഡം വെയ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂസ് ചെയ്യും. അഡാഗ്രാഡ്, ഗ്രേഡിയൻസ്. ഓൺലൈനാണ്. എവിടെ? പറവൂര്. പിന്നെ നമ്മൾ ലേണിംഗ് റേറ്റ് പറഞ്ഞായിരുന്നില്ലേ, ഗ്രേഡിയൻ്റ് ഡീസൻറ്റിൽ. സോ ആ ഒരു ലേണിംഗ് റേറ്റ് ഷെഡ്യൂളേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്ക് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. ലേണിംഗ് റേറ്റ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കില്ല. കാരണം ഈ ഒരു ലേണിംഗ് റേറ്റ് ഓവർഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺവെർജൻസ് അച്ചീവ് ചെയ്യാണ്ട് ടോട്ടലി ഡീവിയേറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അപ്പോൾ ഹൈ ലേണിംഗ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് കൺവെർജൻസ് അച്ചീവ് ചെയ്യേണ്ട പാത്ത് എന്ന്. അപ്പോൾ കൺവെർജൻസ് അച്ചീവ് ചെയ്യേണ്ട പാത്തിൽ ആക്ച്വലി ഇത് സ്ലോ ലേണിംഗ് റേറ്റ് ആണ് കൊടുക്കുന്നത്. 0.001 ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഭയങ്കര പതുക്കെ മൂവ് ചെയ്യിക്കുള്ളൂ. ഈ ഡയറക്ഷനിൽ പോവും, പക്ഷെ ഇത് ഭയങ്കര സ്ലോ ആയിട്ട് ഓരോ സ്റ്റെപ്പ് എടുക്കണ എത്ര ഉണ്ടാവും. പക്ഷെ ഒരു ഹൈ ലേണിംഗ് റേറ്റ്, അപ്പോൾ ഒരു 10 ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ പാത്ത് വേ എന്ന് പറയുന്നത് ഇതിന് പതുക്കെ പോവാം. പക്ഷെ ഹൈ ലേണിംഗ് റേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഡിവേറ്റ് ചെയ്ത് വരുന്നത്. ഇതാണ് ചില ടൈമിൽ ഹൈ ലേണിംഗ് റേറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണ്, സ്പീഡിൽ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഹൈ ലേണിംഗ് റേറ്റ് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ റീച്ച് ചെയ്തിട്ടില്ല, ഇവിടെ ഉണ്ടോ കൺവെർജൻസ് കഴിഞ്ഞു പോയിട്ടുണ്ട്. കൺവെർജൻസ് ഈ ഒരു പോയിന്റാണ്. ഈ ഒരു പോയിന്റിൽ ഇവിടെ നിന്ന് ഈ ഒരു ഹൈ ലേണിംഗ് റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് നേരെ ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ പാത്ത് ഇങ്ങനെ ഡിവേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഹൈ ലേണിംഗ് റേറ്റ് വരും. സോ അതിന് ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള റേറ്റ് വരണം. അതിനാണ് ലേണിംഗ് റേറ്റ് ഷെഡ്യൂളേഴ്സ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഡാപ്റ്റീവ് ലേണിംഗ് റേറ്റ് എന്ന് പറയും. അതായത് ഇപ്പം ഇത് ഭയങ്കര സ്ലോ ആണെന്നുണ്ടെങ്കിൽ പതുക്കെ അല്ലേ മൂവ് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് ചില പോയിന്റിൽ കുറച്ച് സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പം ഹൈ ലേണിംഗ് റേറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു ഏറ്റവും കുറവ് 0.001 ആണെന്ന് വയ്ക്കുക. അപ്പോൾ ഒരു 0.01 ഒക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെയൊക്കെ എത്തുമ്പോൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് പോയാലും കുഴപ്പമില്ലല്ലോ. ഈ എൻഡിൽ എത്തുമ്പോഴല്ലേ കൂടുതൽ കൊടുക്കാണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ ഒരു 10 ഹൈ ഉള്ളത്, ഒരു 8 വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഈ പോയിന്റ് ഇങ്ങനെ എത്തിയിട്ട് അതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിയിട്ട് നിൽക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ കുറച്ച് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ആ ഒരു റേഞ്ച് ഷെഡ്യൂൾ ചെയ്യാനാണ് ഷെഡ്യൂളേഴ്സ് എന്ന് പറഞ്ഞിട്ട്
ലേണിംഗ് റേറ്റ് ഷെഡ്യൂളേഴ്സ് യൂസ് ചെയ്യും. ക്ലിയർ ആയോ? ഇത് ഹൈ വാല്യൂ വരുമ്പോൾ അതിൻ്റെ പാത്തിന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അത് കുറഞ്ഞു വരും. അതിൻ്റെ ടെൻഡൻസി ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് ഈ എന്തിലൊന്നും ഇപ്പോൾ കൺവേർജൻസ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഹൈ ലേണിംഗ് റേറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിൽ കമ്പൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇന്നലെ ആ നെറ്റ്വർക്ക് മൊത്തം ക്രിയേറ്റ് ചെയ്തു വെച്ചു. ഇനി നമുക്ക് ആ നെറ്റ്വർക്ക് ബാക്ക് പ്രൊപ്പഗേഷൻ ഒക്കെ വെച്ചിട്ട് റൺ ചെയ്യിക്കുമ്പോൾ ഇതേപോലെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് വരും, ഒപ്റ്റിമൈസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഒപ്റ്റിമൈസേഴ്സ് അതെങ്ങനെയാണ് എറർ കറക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഗ്രേഡിയൻസ് ഒക്കെ. ആഡം അതിൻ്റെ കൂടെ വരുന്നതാണ് ഗ്രേഡിയൻസ് ഒക്കെ. സോ ഇതിലിപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റ് നിന്ന് ഹൈ ലേണിംഗ് റേറ്റ് അപ്ലൈ ചെയ്യണം, ഒരു 10 അപ്ലൈ ചെയ്യണം. അതിൻ്റെ പാത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇത് ഇവിടെ ടച്ച് ചെയ്യാണ്ട് നേരെ ഡീവിയേറ്റ് ചെയ്തു, ഇവിടെ സ്റ്റോപ്പ് ചെയ്യില്ല. അതാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓസിലേഷൻസ് അങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഈ ഷെഡ്യൂളേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇന്ന സ്റ്റെപ്പിൽ ഇത്രയും ലേണിംഗ് റേറ്റേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, ഇത്ര സ്റ്റെപ്പ് സൈസ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. Adaptive learning rate. Suppose one weight is changing rapidly, another is changing very slowly. Adam automatically adjust this learning rate for each parameter. Instead of using learning rate 0.001 for every weight, Adam adapts individually. Some weights receive 0.002 and others may receive വേറൊരു value depending on how training progresses. So നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ ലീനിയർ ആവണമെന്നില്ല. കോൺവെക്സ് എന്ന് പറയും, ഇങ്ങനെ ഓരോ ടൈപ്പിലുള്ള ഡാറ്റ ആയിരിക്കും വെയ്റ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒപ്റ്റിമൈസേഴ്സും ഷെഡ്യൂളേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ലീനിയർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റ അതേപോലെ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് പോയാൽ മതി. അത് ആക്ച്വലി MLൻ്റെ പ്രോസസ്സാണ്. അതിന് ഈ ലേണിങ്ങും കാര്യങ്ങളും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ പാറ്റേൺസ് ഫൈൻഡ് ചെയ്യണോണ്ട് ഇപ്പോൾ ന്യൂറോൺസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇമ്പോർട്ടൻറ്റ്. സോ അത് ഫൈൻഡ് ചെയ്യാനാണ്, നമുക്ക് അറിയാത്ത ഒരു റിലേഷൻഷിപ്പ് ആ ന്യൂറോൺസ് സെൽഫായിട്ട് ഫൈൻഡ് ചെയ്യണം. സോ അതിനുള്ള പ്രോസസ്സാണ് നമ്മളത് കൊടുക്കുന്നത്. ആൻഡ് റീസൺ ടു യൂസസ് മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വരുന്ന സ്പീഡ് ഉണ്ടാവുമല്ലോ, ഫിസിക്സിലുള്ള മൊമെൻറ്റം ഏകദേശം അതേപോലെ തന്നെയാണ്. ഇമാജിൻ പുഷിങ് എ ഹെവി കാർ. അതായത് ഒരു വണ്ടി ഇങ്ങനെ പോകാമെന്ന്, സോ അതിനൊരു പവർ കൊടുത്തു. ആ പവർ കൊടുത്തിട്ട് അടുത്ത ഒരു സ്റ്റെപ്പിൽ അതിന് അവിടെ ആ പവർ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ആവും. കണ്ടിന്യൂസ്ലി അതിനൊരു പുഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് പോകുന്നത്. അല്ലെങ്കിൽ അത് ഇപ്പോൾ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യിക്കാൻ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കും. അതില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ആവാണ്. ഈച്ച് ടൈം വി നീഡ് ടു പുഷ്. സോ അതാണ് മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. ആ സ്പീഡ് അങ്ങനെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു പോയിന്റിൽ സ്റ്റോപ്പായിട്ട്. ഇത് മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടർ. ഇത് ആഡത്തിൽ വരുന്ന ഫാക്ടേഴ്സാണ്. ആഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഓൾറെഡി അതിന് പോകേണ്ട പാത്ത് അറിയാം. ഇപ്പോൾ കൺവേർജൻസ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ എത്തിയാലാണ് എറർ കറക്റ്റ് ആവുന്നത് ശരിക്കും. ഇത് കൺവേർജൻസ് ഇവിടെയാണ് അച്ചീവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആഡ് എന്നുള്ളത് യൂസ് ചെയ്യുമ്പോൾ ഇതിന് ഓൾറെഡി ലേണിംഗ് റേറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ലേണിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ മൂവ് ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് പ്ലസ് ഇതിന് ഈ പാത്ത് അറിയാൻ പറ്റും, ഡയറക്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഈ പോയിന്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് അല്ല, ഇങ്ങോട്ടാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത് അതിനാണ്. ഓക്കെ. ആൻഡ് എൻഡ് പോയിന്റ് എവിടെയാണ്, കൺവേർജൻസ് എവിടെയാണെന്ന് അറിയാം. ഈ ആഡ് എന്നുള്ള ടൈപ്പിന് മാത്രം പറയുന്നത് RMS പ്രോപ്പിൻ്റെ ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ആഡ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടർ. മൊമെൻ്റ് എന്ന് വെച്ചാൽ എന്താ, ഇവിടെ നിന്ന് വരുന്ന ആ ഒരു ലേണിംഗ് റേറ്റിൻ്റെ സ്പീഡ് എന്തൊക്കെ ഉണ്ടാവില്ലേ, ഇത് യൂസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അത് എടുക്കുന്നത്. ആൻഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെ വന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ടാവില്ലേ, നമ്മുടെ ഹിസ്റ്ററി ബ്രൗസിങ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 ഡേയോ 1 വീക്കിൻ്റെയോ കാണിക്കും. അതേപോലെ
ഒരു ഇങ്ങനെയുള്ളൊരു പ്ലേസാണ് നോക്കിയത്. ഇവിടെ നിന്ന് റോഡ് പോകുന്നുണ്ട് ആൻഡ് ഒരു കാർ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് പോകുന്ന ആ ഒരു സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60 കിലോമീറ്റർ കുറവാണ്. ഓക്കെ, സോ ഈ സ്പീഡ് തന്നെ കീപ്പ് ചെയ്താൽ ഇവിടെ അങ്ങോട്ട് കയറാൻ പറ്റും. കുറച്ചുകൂടി ആക്സിലറേറ്റ് ചെയ്യണം, കുറച്ചുകൂടി സ്പീഡ് കീപ്പ് ചെയ്യണം. സോ അതിന് ഇവിടെ നിന്ന് തന്നെ ഇത് ആ ഒരു സ്പീഡ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ആ ഒരു സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ട് മേ ബി ഒരു 100-ൽ പോയാൽ എത്തുമെന്നൊക്കെ ആക്സിലറേറ്റ് ചെയ്യണം. സോ ഇതാണ് ആക്ച്വലി ഇവിടെയും ചെയ്യുന്നത്. അതിന് മൂവ് ചെയ്യിക്കേണ്ട പ്ലേസിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം ലേൺ റേറ്റ്. സോ അതിന് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റയും ആ ഒരു സർഫേസിലോട്ടും ഇവിടെ സർഫേസും കാര്യങ്ങളൊന്നുമില്ല. ഡാറ്റ അങ്ങനെ കൺവേർജൻസ് അച്ചീവ് ചെയ്യാൻ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും ആ ഒരു ലേണിംഗ് റേറ്റ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കും. അതിനാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ. ഇതാണ് ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ. ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് ഇത് വന്ന ആ ഒരു പാത്ത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഒരു ഫ്യൂ സ്റ്റെപ്സ് ബാക്ക് അതിൻ്റെ കീപ്പ് ചെയ്ത മോർണിംഗ് 60 കിലോമീറ്റർ അതിന് എന്താണ് ആക്സിലറേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ഇതിന് വേണ്ടിയിട്ട് ഷെഡ്യൂൾസ് യൂസ് ചെയ്യും. ഇത് തന്നെ നേരെ തിരിച്ചാണ് അവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്നാണ് വരുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ ഒരുപാട് സ്പീഡിൽ വരാൻ പറ്റില്ല, താഴെ നിന്ന് ക്രാഷ് ആവും. അപ്പോൾ കുറച്ച് വരണം. Reason 3, excellent default choice. For tabular datasets, ADAM performs very well without extensive tuning. It is therefore that standard starting point in many deep learning projects. Should we always use ADAM? എപ്പോഴും ആടാണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ആൻഡ് ഇതിൽ നേരത്തെ പറഞ്ഞ ഒരു ടൈപ്സ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസിലാണെന്നുണ്ടെങ്കിൽ ആഡം ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് ആഡം എയ്സ് എന്ന് പറയും. ആൻഡ് വിഷൻ മോഡൽസ് ഈ ഇമേജസിൻ്റെ ഇതൊക്കെയാണ് CNN എന്ന് പറയാൻ പറ്റില്ല, വിഷൻ ട്രാൻസ്ഫോമർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്സ് ഉണ്ട്. അതിലൊക്കെ സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയൻറ്റ് ഡീസൻറ്റും മൊമെൻറ്റും ആണ് യൂസ് ചെയ്യുക. ദെൻ റിസർച്ച് എക്സ്പെരിമെൻറ്റ്സ് മേ കമ്പയർ മൾട്ടിപ്പിൾ ഒപ്റ്റിമൈസേഴ്സ്, മൾട്ടിപ്പിൾ ടൈപ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് പാരാമീറ്റർ 2 എന്ന് പറയുന്നത് ലോസ് ഈക്വൽ ടു ബൈനറി ക്രോസ് എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ട് MSCക്കൊക്കെ പകരം യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഡീപ്പ് ലേണിംഗ് യൂസ് ചെയ്യുന്നതാണ് ബൈനറി ക്രോസ് എൻട്രോപ്പി. ഇവിടുത്തെ ഇപ്പോൾ ഔട്ടിനനുസരിച്ചിട്ടാണ് ആ ഒരു ഇത് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ഇവിടെ ആ ഒരു yes or no അല്ലെങ്കിൽ 0 or 1 ആയിരുന്നു വന്നായിരുന്നത് ഔട്ട്, സബ്സ്ക്രൈബ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. സോ yes or no ആയിരുന്നു ടൈപ്പ്, ബൈനറി ആണ്, അതുകൊണ്ട് ബൈനറി ക്രോസ് എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള യൂസ് ചെയ്യും. ഓക്കെ, this is one of the most important concepts in deep learning. What is a loss function? The loss function answers one question: how wrong was the prediction? അവിടെ ചെയ്തായിരുന്നത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ML യൂസ് ചെയ്തിരുന്നത്. സോ ആക്ച്വൽ ക്ലാസ് കസ്റ്റമർ സബ്സ്ക്രൈബ്ഡ് 1 or 0 ആണ് അവിടെ വരുന്നത്. സോ മോഡൽ പ്രൊഡിക്ഷൻ വരുന്നത് 0.92, അതായത് അതിൻ്റെ കോൺഫിഡൻസ് ആണത് എത്രയാണെന്ന്. ഇപ്പോൾ 92% എന്നാണ് ഇത് മീനിങ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ക്ലോസ്, ലോസ് ഇസ് സ്മോൾ. അവിടെ നിന്ന് ഒരു ചെറിയ പെർസെൻറ്റേജ് അപ്ഡേറ്റ് ചെയ്താൽ മതി, അപ്പോൾ കുറച്ച് ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്താൽ മതി. ആൻഡ് ഇൻ കേസ് 1 എന്നാണ് പ്രഡിക്റ്റ് ചെയ്തത്, പക്ഷേ പ്രഡിക്ഷൻ്റെ ആ ഒരു പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.03 ആണ്, 3%. സോ വെരി പുവർ പ്രഡിക്ഷൻ, ലോസ് ബിക്കംസ് മച്ച് ലാർജർ. ശരിയാണ്. So loss becomes much larger. The optimizer uses this loss to decide how to adjust the weights. ഇപ്പം എന്നാലും ആ ഒരു സ്റ്റോക്കാസ്റ്റിക്കിൻ്റെ ഔട്ടിൻ്റെ ഇതിലാണ് ഈ ഒരു കോൺഫിഡൻസ് വരിക. കോൺഫിഡൻസ് മീൻസ് ഇപ്പോൾ നമ്മൾ ഔട്ടിലുള്ള ഒപ്റ്റിമൈസറാണ് ഇത് യൂസ് ചെയ്യുന്നത്. വേറെന്തായാലും ടാനക്സും സിഗ്മോയിഡും. സിഗ്മോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവേഷൻ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക ഈ ബൈനറി ടൈപ്പിന്. 0 1 വരുമ്പോൾ 0
അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ സിഗ്മോയിഡ് വർക്ക് ചെയ്യുന്നത് ഇപ്പം -8 ആണ് അതിൻ്റെ ഔട്ട് കിട്ടി നിൽക്കുക. ആ വെയിറ്റ്സ് വരില്ലേ സിഗ്മ നേരത്തെ എഴുതിയ ഒരു ഇക്വേഷൻ വെച്ചിട്ട്, അതിന് ആ ഒരു ലാസ്റ്റ് കിട്ടുന്ന ലെയറിന് ഔട്ട്പുട്ടിലേക്ക് ഒരു വെയിറ്റ് വരും. ഔട്ട്പുട്ടിൽ നിന്ന് ഈ ഒരു സിഗ്മോയിഡ് യൂസ് ചെയ്തിട്ടാണ് ഔട്ട് വരിക. സോ ആ ഔട്ട് -8 ആണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ലോ കോൺഫിഡൻസ് ആണ്. മേ ബി ഒരു 0.008 സംതിങ് ആയിരിക്കും ഇവിടെ വരുന്നത്. -2 ആകുമ്പോൾ അത് കുറച്ചുകൂടി കുറയും. ആ ലോസിൻ്റെ റേറ്റ് കൂടും. ഇത് ഏറ്റവും ഹൈ ആണ്, 0.0002 ഇങ്ങനെ വരിക ലോസ്. ആൻഡ് ഇത് മൈനസ് മാറിയിട്ട് 0 ആണെന്നുണ്ടെങ്കിൽ 0 എന്നുള്ളത് തന്നെ, ഒന്നും വരുന്നില്ല. സോ ഔട്ടും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് പാസ്. പിന്നെ ഇവിടെ 2ഉം 8ഉം ആണെന്നുണ്ടെങ്കിൽ ഇതാണ് മറ്റേ ആ ഒരു 80% നമുക്ക് വരുന്നത്. 9 ആണെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ഒരു 0.92 എന്നൊക്കെ പറഞ്ഞിട്ട് വരില്ലേ, അതാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. ഇത് ഈ സിഗ്മോയിഡ് ടൈപ്പിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം കാണിക്കുന്നത്. So why not mean squared error? We used MSc in machine learning. Why not here? Consider two predictions. അതിൻ്റെ ആക്ച്വലി വരുന്നത് 1 ആണ്, പ്രഡിക്ഷൻ വരുന്നത് 0.90, 90%. 1 0.01, ഇപ്പോൾ എടുത്ത പോലെ തന്നെ. Binary cross entropy penalizes the second prediction much more heavily because the model is confident and wrong. So ഈ വാല്യൂസ് വെച്ചിട്ടാണ് അത് കോൺഫിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. പ്രഡിക്ഷൻ കറക്റ്റ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ കോൺഫിഡൻസ് കുറവായിരിക്കും. ഈ വാല്യൂസ് നോക്കും, വാല്യൂസ് നോക്കിയിട്ട് പ്രഡിക്ഷൻ 1 തന്നെ ആയിരിക്കും വന്നത്, കറക്റ്റ് പ്രഡിക്ഷൻ ആയിരിക്കും, പക്ഷെ അതിൻ്റെ കോൺഫിഡൻസ് കുറവായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ബൈനറി ക്രോസ് എൻട്രോപ്പി എന്നുള്ളത് ഈ കോൺഫിഡൻസ് കുറവുള്ള വാല്യൂസിന് കൂടുതൽ പെനലൈസ് ചെയ്യുന്നത്. നമ്മൾ MScയിലും തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ആ ഒരു സ്ക്വയർഡ് വാല്യൂസ് യൂസ് ചെയ്യുന്നത് ഹൈ വാല്യൂസ് എറർ വരുമ്പോൾ അതിനെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാനാണ്. ഇവിടെ കുറച്ചുകൂടി ആ ഒരു കോൺഫിഡൻസിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ for binary classification, binary cross entropy is the standard loss function. And why binary cross entropy? Our target variable has only 2 classes. ഇവിടെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളതാണ് 2 ടേംസ് ഉണ്ടായിരുന്നത്. സോ yes or no അല്ലെങ്കിൽ 1 or 0 ആണ് വരുന്നത്. therefore loss equal to binary cross entropy. ബൈനറി എന്ന് പറഞ്ഞാൽ ആ ഒരു 2 വേരിയബിൾസ് വരുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബൈനറി ക്രോസ് എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ടൈപ്പ് യൂസ് ചെയ്യുന്നത് is appropriate. If we had multiple classes, we should instead use categorical cross entropy. ഒരു ടൈപ്പിലുള്ള മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഒക്കെ വരുമ്പോഴാണ് ഈ ഒരു കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി എന്നുള്ളത് യൂസ് ചെയ്യും. ഡിപ്പെൻഡിങ് ഓൺ ദി ലേബൽ എൻകോഡിംഗ്, ഏത് ടൈപ്പാണോ യൂസ് ചെയ്തത് അതിനനുസരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇന്നലെ 140 യൂസ് ചെയ്തു, അതേപോലെ അതിൽ റാങ്കിങ്ങിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ സോ പാരാമീറ്റർ 3. ഇനി അടുത്തത് ഇവാലുവേഷൻ മാത്രമാണ്. നോർമലായിട്ട് ചെയ്യുന്ന മെട്രിക്സ് അക്യുറസി എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ലോസ് യൂസ്ഡ് ഫോർ ലേണിംഗ്, ദ ഒപ്റ്റിമൈസർ മിനിമൈസസ് ദ ലോസ് യൂസ്ഡ് ഫോർ ഇവാലുവേഷൻ. സോ അതിൽ 0.90 അല്ലെങ്കിൽ 0.92 എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അക്യുറസി 92%. ML അതേപോലത്തെ കൺസെപ്റ്റാണ്. സോ വൈ ഡസൻറ്റ് ദ ഒപ്റ്റിമൈസർ മിനിമൈസ് accuracy? Accuracy is not differentiable. Tiny changes in the weights often leave the predicted class unchanged, providing no useful gradient. So ഈ ഒപ്റ്റിമൈസേഴ്സ് ആ ഒരു അക്യുറസി എപ്പോഴും മിനിമൈസ് ചെയ്യാത്തതെന്നാണ്. ഇത് ഇനീഷ്യലൈസേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ആക്ച്വലി ഹാൻഡിൽ ചെയ്യുന്നത്. ഇതെപ്പോഴും ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന പോലെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ആ ഒരു വെയ്റ്റ്സ്. ആ വെയ്റ്റ്സ് കൺവേർജൻസ് അച്ചീവ് ചെയ്യാന്നുണ്ടെങ്കിലാണ് ആ ഒരു മിനിമം ലോസ് റീച്ച് ആവുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എറർ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ലോസ് ഫങ്ഷൻസ് ലൈക്ക് ബൈനറി ക്രോസ് എൻട്രോപ്പി ചേഞ്ച് സ്മൂത്ത്ലി as predictions improve or worsen, making them suitable for gradient based optimization. സോ ഈ ഗ്രേഡിയൻസും ഈ ഒരു ഒപ്റ്റിമൈസേഴ്സും കമ്പൈൻ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഗ്രേഡിയൻസിൻ്റെ ആ ഒരു ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒപ്റ്റിമൈസേഴ്സിൻ്റെ ആ ഒരു ക്യാപ്പബിലിറ്റീസും കൂടി യൂസ് ചെയ്യും.
കാരണം ഗ്രേഡിയൻസ് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒപ്റ്റിമൈസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇത്രയും കപ്പാസിറ്റീസ് അതിനുണ്ടാവും. ലേണിംഗ് റേറ്റ് അറിയാം, പാത്ത് അറിയാം, അതിൻ്റെ മൊമെൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ അറിയാം, ഹിസ്റ്ററി ഹാൻഡിൽ ചെയ്യാൻ അറിയാം, എല്ലാം ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ആൻഡ് ഇതിനെ ഈ സ്റ്റെപ്പ് വൈസ് അപ്ഡേറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടെത്തിക്കണം. ഇത്രയും കപ്പാസിറ്റി ഉണ്ടെങ്കിലും ഒപ്റ്റിമൈസേഴ്സ് മാത്രം വെച്ചിട്ട് അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ഒരു ഒപ്റ്റിമൈസർ എന്നുള്ളത് അക്യുറസി മിനിമൈസ് ചെയ്യാൻ അത് മാത്രം യൂസ് ചെയ്താൽ പോരെ, ഗ്രേഡിയൻസും കൂടി യൂസ് ചെയ്യും. സോ വെരിഫൈ ദ ആർക്കിടെക്ചർ. ഇത് ഇപ്പോൾ നമ്മളെ സമ്മറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോഡലിൻ്റെ ഇതാണ് എടുത്തായിരുന്നത്. ഇതാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് പാരാമീറ്റേഴ്സ് വരുന്നത്. ഇതും ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് ഒരുപാട് ഹിഡൻ ലെയേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല, ഒരുപാട് ന്യൂറോൺസ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു ആൻസർ ഇത് കഴിയുമ്പോൾ കിട്ടുക. ഇത്രയും പാരാമീറ്റേഴ്സ് ഇവിടെ തന്നെ 2 ലെയേഴ്സ് യൂസ് ചെയ്തപ്പോൾ തന്നെ 2 ലെയേഴ്സും 16 ന്യൂറോൺസുമാണ് 2 ലെയേഴ്സിലായിട്ട് യൂസ് ചെയ്തായിരുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ആ ഒരു ന്യൂറോൺസ് കാൽക്കുലേറ്റ് ചെയ്യുക, എത്ര പാരാമീറ്റേഴ്സ് വരെ വരും എന്നുള്ളതാണ് ഇതിൽ കൊടുക്കുന്നുണ്ടാവുക. അത് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. മോഡൽ ഈക്വൽ ടു സീക്വൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതിൻ്റെ ഒരു സമ്മറിയാണ് നമ്മൾ എന്താണോ ബിൽഡ് ചെയ്തത് അത് റാൻഡം ഫോറസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റൺ ചെയ്തില്ല. അപ്പോൾ ഒരു എക്സ്പാൻഡ് ചെയ്യാനുള്ളതൊക്കെ വരില്ലേ, ഏതൊക്കെയാണ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തത്, അതേപോലെയുള്ള ഒരു സമ്മറിയാണ്. സോ മോഡൽ ഈക്വൽ ടു സീക്വൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തത്. സീക്വൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 by 1 ആ ഒരു ഡാറ്റ ഫ്ലോ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ഔട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ സീക്വൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റില്ല, ഫങ്ഷണലാണ് യൂസ് ചെയ്യുക. സീക്വൻഷ്യൽ API എന്ന് പറയും, അല്ലെങ്കിൽ ഫങ്ഷണൽ API എന്ന് പറയും. അത് വെച്ചിട്ടാണ് ടെൻസർഫ്ലോയിൽ ഇത് ക്രിയേറ്റ് ചെയ്യുക. അതായത് 1 by 1 ഇതിലിപ്പോൾ ഓരോ ഔട്ടിൽ നിന്ന് ഓരോ ഔട്ടിലേക്ക് അങ്ങനെ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് സീക്വൻഷ്യൽ യൂസ് ചെയ്യുന്നത്. അല്ല മൾട്ടിപ്പിൾ ഔട്ട്സ് ഉണ്ട്, ഇപ്പോൾ CNN ആണെന്നുണ്ടെങ്കിൽ ഇമേജും അതിൻ്റെ കൂടെ മെറ്റാഡാറ്റയും വരുന്നുണ്ടെങ്കിൽ അവിടെ സീക്വൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റില്ല, അവിടെ ഫങ്ഷണലാണ് യൂസ് ചെയ്യുക. മോഡൽ ഈക്വൽ ടു ഫങ്ഷണൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡെൻസ് നെറ്റ്വർക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് CNN ഡെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് പാരാമീറ്റേഴ്സ് വരും. സോ ഈ ടെക്സ്റ്റിൻ്റെ ആ ഒരു ടാബുലർ ഡാറ്റ ടൈപ്പിൽ മാത്രമാണ് നമുക്ക് ഡെൻസ് യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ആൻഡ് ഡെൻസ് നണ്ണ് 32, 60, 64. സോ അതിൻ്റെ ആദ്യത്തെ ആ ഒരു ഔട്ട്പുട്ട് ഷേപ്പ് നണ്ണ് 32. സോ എന്താണ് നണ്ണ് മീൻ ചെയ്യുന്നത്? ഇറ്റ് ഡസ് നോട്ട് മീൻ അൺനോൺ. ഇറ്റ് റിപ്രസെൻറ്റ്സ് ദ ബാച്ച് ഡയമെൻഷൻ വിച്ച് ക്യാൻ വേരി. ഫോർ എക്സാമ്പിൾ ബാച്ച് സൈസ് 32 ആണെന്നുള്ളത്. ഇപ്പോൾ എത്ര ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടാവില്ലേ, എത്ര ഡാറ്റ ഒരു പാസിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്, അതാണ് അവിടെ പാസ് ചെയ്യുന്നത്. എത്ര ഡാറ്റ ഹാൻഡിൽ ചെയ്യണം. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റിൽ ടോട്ടലി എത്ര ന്യൂറോൺസ് ഉണ്ട് അത് മൊത്തം ഹാൻഡിൽ ചെയ്യാം, പക്ഷെ ലോഡ് അത്രയും കൂടും. അല്ലാന്നുണ്ടെങ്കിൽ 2 സ്ക്വയർ ആയിട്ട് നമ്മൾ മിനി ബാച്ച് ഒക്കെ യൂസ് ചെയ്തായിരുന്നില്ലേ, 32, 64, 128, 256. ആദ്യം ML എടുത്തായിരുന്നു, ഗ്രേഡിയൻസിൻ്റെ കൂടെ എടുത്തായിരുന്നു. ടൈപ്പ് മീൻസ് 2 സ്ക്വയർ ആയിട്ട് എടുക്കുക. ബാച്ച്, മിനി ബാച്ച്, സ്റ്റോക്കാസ്റ്റിക്. സോ ഒരെണ്ണത്തിൽ ടോട്ടൽ ഡാറ്റ ഹാൻഡിൽ ചെയ്യും. ടോട്ടൽ ഡാറ്റ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 1 million ഡാറ്റ പോയിന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 1 million ഡാറ്റ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 million ന്യൂറോൺസ് കൊടുക്കണം. സോ അത്രയും ന്യൂറോൺസിൽ ഈ ഒരു ഡാറ്റ പോയിട്ട് വരണം. അപ്പോൾ ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്ക്വയർ ആയിട്ട് 32, 64, 128, 256 അങ്ങനെയാണ് ചൂസ് ചെയ്യുക. അത് കമ്പ്യൂട്ടേഷന് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയതുകൊണ്ടാണ് ഈ ഹാർഡ്വെയറിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പാണ് ഈ 32, 64, 60 ആ ഒരു ടൈപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറേ സ്ഥലത്ത് 2 സ്ക്വയർ ആയിട്ട് കുറേ സംഭവങ്ങൾ എടുക്കുന്നത്. അത് ബാച്ച് ടൈപ്പും ഒപ്റ്റിമൈസേഴ്സും ഡിഫറെൻ്റ് ആണ്. ബാച്ച് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എത്ര എണ്ണം വെച്ച് പ്രോസസ്സ് ചെയ്യണം. ഇപ്പം എനിക്ക് 1000 ഡാറ്റ പോയിന്റ്സ് ഉണ്ട്, എൻ്റെ കയ്യിൽ 1000 റോസ് ഉണ്ട് ആ ഡാറ്റയിൽ, അതിൽ എത്ര എണ്ണം വെച്ച് പ്രോസസ്സ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഒപ്റ്റിമൈസർ മീൻസ് ബാച്ച് ഗ്രേഡിയൻറ്റ്, അത് ടൈപ്സ് ഉണ്ടായില്ലേ, ടൈപ്സ് തന്നെയാണ്.
സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ഉണ്ട്. RMS പോപ്പിന്റെ എന്തിൻ്റെയൊക്കെ കൂടെ വരുന്ന ടൈപ്പ് ഉണ്ട്. RMS പോപ്പ് SGD മൊമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്റ്റിമൈസറിന്റെ ഒരു ടൈപ്പ് ഉണ്ട്. ഹാൻഡിൽ ചെയ്യാനൊന്നുമില്ലെന്നാണ് എന്താ നണ്ണെന്ന് പറഞ്ഞാലേ പുറകിലുള്ള ഈ എന്തിട്ട് ന്യൂറോൺസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വേറെ ന്യൂറോൺസ് ഹാൻഡിൽ ചെയ്യണ്ടെന്നുള്ളതാണ്. അതായത് ഇപ്പൊ അതില് 51 ന്യൂറോൺസ് ഇല്ലേ, അതിൽ എത്രണ്ണം വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. ഒരു ന്യൂറോൺ എത്ര ഹാൻഡിൽ ചെയ്യണം അങ്ങനെയാണോ? അതിലേക്ക് ഡാറ്റ ഫ്ലോ ഉണ്ടാവില്ലേ, ഓരോ ന്യൂറോണിലും ഡാറ്റ ഫ്ലോ ഉണ്ടാവും പറഞ്ഞില്ലേ, മൾട്ടിപ്പിൾ ഫീച്ചേഴ്സിന്റെ ഡാറ്റ ഫ്ലോ ഉണ്ടാവും. അത് എത്രണ്ണം വെച്ച് ഹാൻഡിൽ ചെയ്യണം. ഇപ്പോൾ ഒരുപാട് ഡാറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രണ്ണം വെച്ച് ഹാൻഡിൽ ചെയ്യണം എന്നാണ് മീൻ ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ അതിൽ ബാച്ച് സൈസ് നമ്മൾ 32 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തായിരുന്നില്ലേ, അതിൽ ഓരോ ഡിഫറെൻറ്റ് വാല്യൂസ് വരുന്നത് 2 സ്ക്വയർ ആയിട്ട് തന്നെയാണ് കൊടുക്കുക. സോ ഇതിൽ ഫസ്റ്റ് ഹിഡൻ ലെയറിൽ 51 ഇൻപുട്സും ഉണ്ട്, 32 ന്യൂറോൺസും കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ നമ്മൾ സെറ്റ് ചെയ്തത്. സോ ഓരോ ഇൻപുട്ടും ഓരോ ന്യൂറോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. മറ്റേ ഡെൻസിൽ കണക്ട് ചെയ്ത് വെക്കില്ലേ, ഇതേപോലെ ഡെൻസിൽ ഓരോ ഇൻപുട്ടും ഓരോ ന്യൂറോണായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 51 ഓരോ ന്യൂറോണായിട്ട് കണക്റ്റഡ് ആണ്. സോ അതാണ് ഇവിടെ പറയുന്നത്. സോ അതിൻ്റെ ഒരു വെയിറ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഈ 51 ഇൻപുട്ട് ഓരോ ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടലി 51 × 32 വരുന്നത്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ചെയ്യുക, ഓരോ ന്യൂറോണിലും കണക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ. സോ ടോട്ടലി 1632. അതാണ് ഈ പാരാമീറ്റർ. സോ ഇവിടെ എത്ര എണ്ണാണോ പാസ് ചെയ്യുന്നത് ആ ഒരു ഇൻപുട്ടിൻ്റെ ആ ഒരു ഇതാണ് ഇവിടെ വരേണ്ടത്, എത്ര എണ്ണം നമ്മൾ പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ഇൻപുട്ട് വരുന്ന തന്നെയായിരിക്കും ഇങ്ങോട്ടും കൊടുക്കുന്നത്. സോ നണ്ണ് പാസ് ചെയ്താലും അതിന് ഓട്ടോമാറ്റിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എത്രയാണോ ഇൻപുട്ട് വരുന്നത് അത് ഇങ്ങോട്ട് പാസ് ചെയ്യണം. സോ ഈ ന്യൂറോൺ നടുക്ക് ഇത് ഉണ്ടാവില്ലെന്നാണ് എനിക്ക് മനസ്സിലായില്ല. ഈ ന്യൂറോൺസ് ഉണ്ടാവില്ലെന്നല്ല അർത്ഥം അവിടെ. അല്ലല്ല, അതിന്റെ മുന്നത്തെ ലെയറിന് എത്രയാണോ വരുന്നത് അത് ഫുള്ളി പ്രോസസ് ചെയ്യാൻ എടുക്കണം. അത് നണ്ണ് പാസ് ചെയ്യുന്ന എന്താണോ ഔട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അടുത്ത ലെയറിൽ അത് വരുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് 32 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 32 പാസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഇന്നലെ ഡെൻസ് ക്രിയേറ്റ് ചെയ്തപ്പോ ഇവിടെ യൂണിറ്റ്സ് പാസ് ചെയ്തു, ആക്ടിവേഷൻ പാസ് ചെയ്തു, ഷേപ്പ് പാസ് ചെയ്തിട്ടില്ല നമ്മൾ. ഇൻപുട്ട് ഷേപ്പ് ഡെൻസ് 2ലും 3ലും പാസ് ചെയ്തിട്ടില്ല. ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നില്ലേ, അപ്പൊ ആദ്യത്തേല് 51 ഫീച്ചേഴ്സാണ് വന്നായിരുന്നത്. ആ പ്രീ പ്രോസസ്സിങ് കഴിഞ്ഞപ്പോൾ 51 ഫീച്ചേഴ്സ്. പിന്നെ ഈ ഡെൻസിൽ എഗെയിൻ അത് പാസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇവിടെ നിന്ന് വരുന്ന ഔട്ടാണ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതേപോലെ ആ ഒരു നണ്ണ് പാസ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി റീഡ് ചെയ്യുന്നുണ്ട്, ഇതാണെന്ന് ഓട്ടോമാറ്റിക്കലി റീഡ് ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ പാരാമീറ്റർ കൗണ്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. എത്ര എണ്ണാണോ ഇൻപുട്ടിൽ വരുന്നത് അത്ര എണ്ണം യൂസ് ചെയ്യണം. വേറെ നമ്പർ നണ്ണിന് പകരം ഒരു നമ്പർ കൊടുക്കണമെങ്കിൽ അത്രയും ഫീച്ചേഴ്സ് അത്രയാണ് ഉണ്ടാവുക. പക്ഷെ 51 പകരം നമ്മൾ ആദ്യത്തെ 16 യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആദ്യത്തേല് നണ്ണ് കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാരും കറക്റ്റ് അല്ല. ഇപ്പൊ നമ്മള് ഷേപ്പ് പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു 33,000 റോസ് കോമ ഒരു എം ടി സ്പേസ് കൊടുത്താലും 33,000 ഇൻറ്റു കോമ 1 എന്നല്ലേ വരിക. ഒരു കോളം അവിടെ ഉണ്ട് എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അതേപോലെ ഇവിടെയും ആ 2 കൊടുത്താലും അവിടെ ആ വരുന്ന ഔട്ട് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഈച്ച് ന്യൂറോൺ ഹാസ് ഓൾസോ ഹാസ് വൺ ബയാസ്. സോ ഈ ബയാസും കൂടി ആഡ് ചെയ്തിട്ടാണ് അവിടെ ടോട്ടൽ പാരാമീറ്റേഴ്സ് എന്നുള്ളത് ആഡ് ചെയ്യുന്നത്. സോ 1632 പ്ലസ് 32, ഓരോ ന്യൂറോണിനും ഓരോ ബയാസും ഉണ്ടാവില്ലേ? ആ ഇക്വേഷൻ ഇല്ലേ, സിഗ്മ z ഈക്വൽ ടു x1 w1 അപ് ടു xn wn പ്ലസ് ബയാസ് എന്നാണ്. ബയാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സമ്മാണ് പ്ലസ് ബയാസ് ലാസ്റ്റ് ഇടാൻ കാരണം. ഇത് ഓരോ ന്യൂറോൺസിനും ഉണ്ട്. നമ്മൾ ഈ പാരാമീറ്റേഴ്സ് ടോട്ടലി കൗണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഈ ഇൻപുട്ട് ന്യൂറോൺസിൻ്റെ ഇൻറ്റു രണ്ടാമത്തെ ഹിഡൻ ലെയറിൽ യൂസ് ചെയ്ത ന്യൂറോൺസ് 32 ന്യൂറോൺസ് ഉണ്ട്. സോ അതിൻ്റെയാണ് 51 × 32 1632 വന്നത്. അതിൻ്റെ കൂടെ ഓരോ ന്യൂറോൺസിൻ്റെ ഈ ബയാസസും കൂടി ആഡ് ചെയ്യണം. സോ കോമ്പിനേഷൻസ് എത്രയായി? 1632 നേരത്തെ കിട്ടിയിട്ടുണ്ട്. ആ 1632 പ്ലസ് 32 ബയാസസ് 1664 അവിടെ വരുന്നുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ല? ഓക്കെ. ആൻഡ് രണ്ടാമത്തെ ഹിഡൻ ലെയറിൽ ചെക്ക് ചെയ്യാണ്. ഇവിടെ നിന്ന് എത്രയാണ് ഇൻപുട്സ് വരുന്നത്? നമുക്ക് രണ്ടാമത്തേൽ സെറ്റ് ചെയ്തത് 32 ആയിരുന്നു. ഫസ്റ്റത്തെ ഹിഡൻ ലെയറിൽ 32 ന്യൂറോൺസ് ആയിരുന്നു സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട് പോകുമ്പോൾ എത്ര പോകും? 32 എണ്ണം പോകും. 32ഉം അവിടെ നിന്ന് 16 ന്യൂറോൺസ് രണ്ടാമത്തെ ലെയറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തില്ലേ? രണ്ടാമത്തെ ലെയറിൽ 16 ന്യൂറോൺസ് ആണ് സെറ്റ് ചെയ്തത്. ഇവിടെ യൂണിറ്റ്സ് 16 എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്തിട്ടില്ലേ? എന്തിനാണ് 16 യൂസ് ചെയ്തത്? 16 എന്തിനാണ് യൂസ് ചെയ്തത്? 32 കഴിഞ്ഞിട്ട് യൂസ് ചെയ്തത് എങ്ങനെ? എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അല്ല ആദ്യത്തിൽ 32 യൂസ് ചെയ്തു, പിന്നെ രണ്ടാമത്തേൽ 16 എന്തിനാ യൂസ് ചെയ്തത്? ഒരു പേര് പറയില്ല. എന്താ അത്? കംപ്രസിംഗ് എന്ന് പറയും. കുറച്ച് കൊണ്ടുവരണം മീൻസ് എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ മാക്സിമം ആ ഒരു ഫസ്റ്റത്തേൽ മാത്രമാണ്. ഇത് ന്യൂറോൺസ് എങ്ങനെ സെലക്ട് ചെയ്യാം? ഇപ്പൊ അവിടെ എന്തിനാ 32 ന്യൂറോൺസ്? 51 ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. 32 ന്യൂറോൺസ് എന്തിനാ സെലക്ട് ചെയ്തത് ഫസ്റ്റത്തേൽ? സ്പെസിഫിക് റീസൺ ഒന്നുമില്ല. അതിനൊരു റീസൺ ഉണ്ട്. ആ നമ്പർ ചൂസ് ചെയ്യാൻ ഒരു റീസൺ ഉണ്ട്. 32 എന്നുള്ളത് 2ന്റെ സ്ക്വയർ ആയതുകൊണ്ടല്ല. അത് 2ന്റെ സ്ക്വയർ ആയിട്ടാണ് ചൂസ് ചെയ്യുക, പക്ഷെ അതിന് വേറെ റീസൺസും ഉണ്ട്. അബിലിനറിയോ? അത് എന്താണ് കറക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണത് അത്ര ഇതൊക്കെയാണെന്ന് വെച്ചാൽ 2ന്റെ സ്ക്വയറിൽ കറക്റ്റ് 50 കൊടുക്കണമെങ്കിൽ കൂടുതൽ കോംപ്ലക്സ് ആവും. അപ്പൊ അതുകൊണ്ട് അത്രയും കൊടുക്കണ്ട. പിന്നെ ഉള്ള 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64ആണ്. അപ്പൊ അതാവുമ്പോ കൂടുതലാവും, പിന്നെ കോംപ്ലക്സ് ആവും. 32 എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇതായതുകൊണ്ടാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അവിടെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 51 ഫീച്ചേഴ്സിനെ 1-2 ന്യൂറോൺസ് അല്ലെങ്കിൽ 5 ന്യൂറോൺസ് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാം. ഭയങ്കര ഓവർലോഡ് ആവും. പിന്നെ ഒരുപാട് ന്യൂറോൺസ് കൊടുക്കാന്ന് വെക്കുക, ഒരു 100-200. പക്ഷെ അവിടെ അത് ഭയങ്കര ഹെവിയാണ്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ പാരാമീറ്റേഴ്സ് എടുത്തത്? 51 × 32 ആണ് എടുത്തത്. 51 × 100 അല്ലെങ്കിൽ 51 × 200 ഒക്കെ വരും. എത്ര കമ്പ്യൂട്ടേഷൻ വരും? ഒരുപാട് വരും. ഭയങ്കര ഹെവി ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് താങ്ങാൻ പറ്റുന്ന ഒരു ലോഡ് കൊടുക്കും. അത് 2ന്റെ സ്ക്വയർ ആയിട്ട് കൊടുക്കും. അതാണ് ഈ 32 എടുക്കാൻ കാരണം. പിന്നെ വരുന്നത് 32 കഴിഞ്ഞാൽ പിന്നെ അതായിരുന്നു 64 വരുന്നത്. അപ്പോൾ 51-നെക്കാട്ടിലും കൂടുതലാണ്. അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 32 എണ്ണത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 32 കൊടുത്തതാണ്. അത് നിയർ ബൈ അങ്ങനെ വരുന്ന അങ്ങനെ ലോജിക്കലി സെലക്ട് ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ലോഡ് കൊടുക്കും. അതാണ് ലോജിക്കലി ചൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ്. അത് 2ന്റെ സ്ക്വയർ ആയിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഏതാണ് 32 കുഴപ്പമില്ലാത്തൊരു ലോഡാണ്. അതിൻ്റെ അവിടെ നിന്ന് അടുത്തത് വരുന്നത് 64 ആണ്. 51-നെക്കാട്ടിലും ഗ്രേറ്ററാണ്. അപ്പോൾ അത്രയും ലോഡ് കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് അത്രയും പാരാമീറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് 32 ചൂസ് ചെയ്തു. പിന്നെ അടുത്ത ലെയറിൽ വരുമ്പോൾ എഗെയിൻ 32 കൊടുത്തുകൂടെയായിരുന്നു.
പക്ഷെ ഇതിൽ കംപ്രസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓൾറെഡി അവിടെ കുറേ പ്രോസസ്സിങ് നടന്നിട്ടുണ്ടാവും ഹിഡൻ ലെയറിൽ. സോ അതിന് അടുത്ത ലെയർ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇൻപുട്ട് എന്ന് വന്ന പോലെ അത്ര ഹെവി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കില്ല അടുത്ത ഹിഡൻ ലെയറിൽ വരും. അപ്പോൾ അതിന് ഒരു കംപ്രസ്ഡ് മെത്തേഡിൽ റൺ ചെയ്യിക്കാൻ പറ്റും. സോ യൂണിറ്റ്സ് 60 എന്ന് പറഞ്ഞിട്ട് അത്രയും യൂണിറ്റ്സേ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു. അതാണ് അതിൻ്റെ റീസൺ. പിന്നെ അടുത്തതിൽ നമ്മൾ യൂണിറ്റ്സ് 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഒരു ന്യൂറോണേ യൂസ് ചെയ്യുള്ളൂ. അത് ഔട്ട്പുട്ടിനനുസരിച്ചിട്ടാണ് ചൂസ് ചെയ്യുക. ഔട്ട്പുട്ട് എന്തായിരുന്നു? എസ് ഓർ നോ ടൈപ്പ്. സോ ബൈനറി ആണ്. ഒരു ന്യൂറോണിന് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 16 1 കൊടുത്തു. ക്ലിയർ ആയോ? ഇതാണ് ഒരു ഡെൻസ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. ന്യൂറോൺസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഹിഡൻ ലെയേഴ്സ് എത്ര എണ്ണം ചൂസ് ചെയ്യാന്നുള്ളത് ഇതാണ് ബിൽഡ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. ഇതേപോലെ തന്നെയാണ് CNN-ഉം RNN-ഉം ഇതൊക്കെ വർക്ക് ചെയ്യുക. സെയിം സംഭവങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഫംഗ്ഷനായിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിലും സെയിം ലോജിക്ക് തന്നെയാണ് യൂസ് ചെയ്യുക. പൈടോർച്ചും ടെൻസർഫ്ലോയും യൂസ് ചെയ്യുമ്പോൾ കോഡ് കുറച്ച് വ്യത്യാസം വരുന്നേ ഉള്ളൂ. ലോജിക്ക് ഏകദേശം സെയിം ആയിരിക്കും. സോ ടോട്ടലി രണ്ടാമത്തെ ലെയറിൽ 32 ഇൻപുട്സും ഉണ്ട്, 16 ന്യൂറോൺസും ഉണ്ട്. ദെൻ 32 ഇൻറ്റു 16 512 വരും. പിന്നെ അതിൻ്റെ ബയാസസും കൂടി ആഡ് ചെയ്യാം, 16 എണ്ണം. അപ്പോൾ 512 പ്ലസ് 16 528. സോ ഔട്ട്പുട്ട് ലെയറിൽ എഗെയിൻ ചെക്ക് ചെയ്യാണ് എത്ര പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. 16 ഇൻപുട്സും 1 ന്യൂറോൺ, 16ഉം അതിൻ്റെ ബയാസും, ടോട്ടലി 17 വരുന്നുണ്ട്. സോ ഇവിടെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തേൽ 1632 51 ആൻഡ് രണ്ടാമത്തേൽ 528, മൂന്നാമത്തേൽ 17. ഓക്കെ. ദെൻ ടോട്ടൽ പാരാമീറ്റേഴ്സ് 2177. സോ ഇതിന് എത്ര മെമ്മറി റൺ ചെയ്യിക്കാൻ വേണമെന്നാണ് കാണിക്കുന്നത്. ഇതിൽ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം പെട്ടെന്ന് റൺ ചെയ്യിക്കും. പക്ഷേ നമുക്ക് പാരാമീറ്റേഴ്സ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള പ്രോസസ്സിങ്. ഇത് ടെക്സ്റ്റിൻ്റെ ഡാറ്റയിലാണ് 8.50 KB എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഇമേജസ് ആണെന്നുണ്ടെങ്കിൽ ഹെവി ആയിരിക്കും. സോ അങ്ങനെയാണ് പാരാമീറ്റേഴ്സ് വരിക. ഓക്കെ. ഈ പാരാമീറ്റേഴ്സിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അവിടെ ഇമേജിൻ്റെ ഓരോ സെക്ഷനായിട്ട് സ്പ്ലിറ്റ് റൺ ചെയ്യിക്കുന്നത്. സോ നോൺ ട്രെയിനബിൾ പാരാമീറ്റേഴ്സ് 0, നോൺ ട്രെയിനബിൾ ഒന്നുമില്ല. പിന്നെ നമ്മൾ എന്താ വൈറ്റ് ട്രെയിൻ ഈക്വൽ ഇത് മാപ്പ് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ട്രിങ് ആയിട്ടാണ് കിടന്നായിരുന്നത്. എസ് ഓർ നോ ടൈപ്പ് ഇല്ലേ, അങ്ങനെ തന്നെ കിടന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മാപ്പ് ചെയ്തു എന്നുള്ളൂ. വൈറ്റ് ട്രെയിൻ ഈക്വൽ ടു എക്സ് ട്രെയിനും വൈറ്റ് ട്രെയിനും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായില്ലേ, അതിൽ വൈറ്റ് ട്രെയിൻ ഈക്വൽ ടു ലാസ്റ്റ് കിടന്നായിരുന്നത് എസ് ഓർ നോ ടൈപ്പ് ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് മാപ്പ് ചെയ്ത് കൊടുത്തു. വൈറ്റ് ട്രെയിൻ ഡോട്ട് മാപ്പ് നോയ്ക്ക് 0 കൊടുത്തു, എസ്സിന് 1 കൊടുത്തു. ആൻഡ് ട്രെയിൻ ദ മോഡൽ വൈറ്റ് ട്രെയിൻ ജസ്റ്റ് അത് ചെക്ക് ചെയ്തു എന്നുള്ളൂ, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോന്ന്. പിന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഏർലി സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പോയിന്റിൽ ഈ ഒരു സംഭവങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല, ലോസ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ടൈമിൽ നേരത്തെ നിർത്താം. വെറുതെ കമ്പ്യൂട്ടേഷൻ യൂസ് ചെയ്തിട്ട് റൺ ചെയ്യിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഇത് നിർത്തും. ഈ പ്രോസസ്സ് എപ്പോച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ളതില്ലേ, അത് നേരത്തെ നിർത്തും. അതിന് വേണ്ടിയിട്ടാണ് ഏർലി സ്റ്റോപ്പിംഗ് യൂസ് ചെയ്യുക. എന്തെങ്കിലും ഇതാണ് അതിൻ്റെ കോഡ്. ഏർലി സ്റ്റോപ്പിംഗ് ഈക്വൽ ടു ഏർലി സ്റ്റോപ്പിംഗ് ഇമ്പോർട്ട് ചെയ്താണ് കേട്ടോ. നമ്മൾ മോഡൽസൊക്കെ ഇമ്പോർട്ട് ചെയ്യില്ലേ, അതേപോലെ ഒരു വേരിയബിൾ കൊടുക്കുന്നു ഈക്വൽ ടു ഏർലി സ്റ്റോപ്പിംഗ്, മോണിറ്റർ ഈക്വൽ ടു വാലിഡേഷൻ ലോസ് എന്ന് പറഞ്ഞിട്ട്. നമ്മളിവിടെ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇതാണ് വാലിഡേഷൻ ലോസിൻ്റെ ഇത് വരുന്നത്. എത്ര വരുന്നുണ്ട്, ആ ലോസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ അതോ സ്റ്റേബിളായിട്ട് അങ്ങനെ നിൽക്കുകയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ മോണിറ്റർ ഈക്വൽ ടു വാലിഡേഷൻ ലോസ്. പേഷ്യൻസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സ്റ്റെപ്പ് വരെ ആ ഒരു ഇമ്പ്രൂവ് ചെയ്യാതിരിക്കുന്നത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 സ്റ്റെപ്പാണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ അറിയാമെന്നുണ്ടെങ്കിൽ ഫൈവ് സെറ്റ് ചെയ്തിട്ട്
15ാമത്തെ എപ്പോച്ചിൽ 0.29 ആയി. 16ാമത്തേക്ക് 0.28 ആയി. 17 0.27, 18 0.26, 19 0.25. ഇവിടെ നിന്ന് വലിയ ഇമ്പ്രൂവ്മെന്റ് ഇല്ല. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 51-42 പിന്നെ അടുത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 36 എന്തെങ്കിലും കൊടുക്കാം. ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 15ാമത്തേക്ക് എത്തിയപ്പോൾ 0.29 ആയി, 28 ആയി, 27 ആയി, ചെറുതായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ റീസ്റ്റോർ ബേസ് വെയിറ്റ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. ഇത് എവിടെ നിന്നാണ് ഈ ഒരു രീതിയിൽ ഈ 15 എന്നുള്ളതിൽ നിന്നാണ് ഏകദേശം ഈ ഒരു പാറ്റേണിൽ പോകാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളിത് റീസ്റ്റോർ ചെയ്യും. ഈ ഒരു 5 ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇവിടം വരെയുള്ള ഒരു ഡോസ് റീസ്റ്റോർ ചെയ്യും. അതാണ് ബെറ്റർ ആയിട്ടുള്ളത്. അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണോ ആ ഇമ്പ്രൂവ്മെന്റ് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങിയത് അതുവരെ പേഷ്യൻസിൽ ഇടും. ഇതുവരെ 15 വരെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. 15 തൊട്ടാണ് ഈ ഇമ്പ്രൂവ്മെന്റ് കുറയാൻ തുടങ്ങിയത്, ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങിയത്. കാണില്ല. കാണുന്നുണ്ടോ? അത് ഇവിടെ നിന്ന് നല്ല ഡിഫറൻസ് ഇല്ല. 51-42 ആയി ആൻഡ് 42-36 നല്ല ഡിഫറൻസ് ആണ്. പക്ഷെ ഒരു 15ാമത്തെ എപ്പോഴ്സ് ഒക്കെ വരുമ്പോൾ 29-28 ആവുന്നത് ഒരുപാട് ഡിഫറൻസ് ഒന്നുമില്ല. ആൻഡ് അത് ആ പാറ്റേൺ തന്നെയാണ് അടുത്ത വരുന്നത്. സോ ഈ ഒരു 5ാമത്തിൽ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. ആക്ച്വലി അവിടെ ലോസ് ഇമ്പ്രൂവ് ചെയ്യണമൊന്നുമില്ല. ജസ്റ്റ് ഒരു പാറ്റേണിൽ പോകാന്ന് മാത്രമേ ഉള്ളൂ. സ്ലൈറ്റ്ലി ഇങ്ങനെ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അത് എടുക്കണം എന്നുള്ള ആവശ്യമില്ല. സോ ഇതാണ് പേഷ്യൻസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഒരു 5 ലെവൽ പേഷ്യൻസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ആ പേഷ്യൻസ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റീസ്റ്റോർ ബെസ്റ്റ് വെയ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ലേ. സോ ഈ വെയ്റ്റ്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണല്ലോ ഈ എറർ കറക്റ്റ് ആവുന്നത്. വെയിറ്റ് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുക. ഇനിഷ്യലൈസേഴ്സ് യൂസ് ചെയ്തിട്ട് വെയ്റ്റ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇമ്പ്രൂവ് ആവാത്ത വെയ്റ്റ്സ് ഇല്ലേ അതങ്ങനെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും. സ്കിപ്പ് ചെയ്തിട്ട് എവിടെയാണോ ബെസ്റ്റ് വെയ്റ്റ്സ് ഉള്ളത് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വരും 14 അല്ലെങ്കിൽ 15 ആയിരിക്കും ബെസ്റ്റ് വെയ്റ്റ്സ് അതുവരെ വന്നിട്ടുള്ളത്. ആ ബെസ്റ്റ് വെയ്റ്റ്സ് വരെ റീസ്റ്റോർ ചെയ്യും നമ്മൾ. അത്രയും മാറ്റി നമുക്ക്. അതാണ് ഏർലി സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അത് സ്കിപ്പ് ചെയ്യുന്നത് നമുക്കത് ആവശ്യമില്ല. സോ ആ ഒരു ഏർലി സ്റ്റോപ്പിംഗ് എന്ന് പറയുന്ന മെത്തേഡ് അതാണ് ചെയ്യുന്നത്. അതാണ് കണ്ടീഷൻ ബെസ്റ്റ് വെയ്റ്റ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 350 ഇതാണ് തിയററ്റിക്കലി അത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഇങ്ങനെയുള്ള വെയ്റ്റ്സ് മാത്രം ചൂസ് ചെയ്താൽ മതി. ബാക്കിയുള്ള നമുക്ക് ആവശ്യമില്ല. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ കമ്പ്യൂട്ടേഷൻ വേസ്റ്റ് ചെയ്യണം. ജസ്റ്റ് 5 സ്റ്റെപ്പ് ചെക്ക് ചെയ്യുന്നു. ഒരുപാട് വേണമെങ്കിൽ 10 സ്റ്റെപ്പ് ഒക്കെ ഇടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ 10 സ്റ്റെപ്പ് ആയാലും തന്നെയല്ലേ നടക്കാം. 10 സ്കിപ്പ് ചെയ്യണമെന്നു. ഒരു 5 സ്റ്റെപ്പ് നോക്കുന്നു. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യും. വരുന്നുണ്ടാവും പറഞ്ഞുതരാം. ഇതാണ് ഏർലി സ്റ്റോപ്പിങ്ങിൻ്റെ ഒരു പ്രോസസ്സ്. സോ അണ്ടർസ്റ്റാൻഡിങ് എവറി പാരാമീറ്റർ. ദീസ് ആർ ദ പ്രോസസ്ഡ് ഇൻപുട്ട് ഫീച്ചേഴ്സ്. സോ ഈ എക്സ്ട്രെയിൻ എന്നുള്ളതിലാണ് ഇൻപുട്ട് ഫീച്ചേഴ്സ് ഉള്ളത്. കൂട്ടണമെന്നോ മാറുന്നില്ല.
ഫീച്ചേഴ്സ് ആ ഒരു 80% കട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ, 80% എന്നുള്ള ഫീച്ചേഴ്സാണ് അതിലുണ്ടാവുക. മറ്റത് ലേബൽസ് എന്ന് പറയും, ഇൻപുട്ടും ടാർഗറ്റും. അതിൽ ഫീച്ചേഴ്സാണ് ഇൻപുട്ട്, മറ്റത് ടാർഗറ്റ്. സോ എക്സ് ട്രെയിൻ എന്നുള്ളത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, കസ്റ്റമർ ഏജ്, ബാലൻസ്, ഹൗസിങ്, അങ്ങനെയുള്ള 51 ഫീച്ചേഴ്സ് ഉണ്ട്. ദെൻ വൈ ട്രെയിനിൽ എന്താണ് ആ കസ്റ്റമറിൻ്റെ ദീസ് ആർ ദ കറക്റ്റ് ആൻസേഴ്സ്, ടാർഗറ്റ് എന്ന് പറയും, എസ് ഓർ നോ അവരുടെ. അങ്ങനെ ഇപ്പോൾ എത്ര 45,000 അല്ലായിരുന്നു, 45,000 എണ്ണം ഉണ്ടാവും. അതിൽ 80 സ്പ്ലിറ്റ് ചെയ്ത് എത്ര എണ്ണമാണോ കൗണ്ട് വരും, 35,000 സംതിങ് അവർ കൗണ്ട് വരും. പിന്നെ ടെസ്റ്റിങ്ങിലാണ് ബാക്കിയുള്ള 20% ഉണ്ടാവും. സോ അതാണ് വൈ ട്രെയിനിൽ വരിക. ആൻഡ് ഡ്യൂറിങ് ട്രെയിനിങ് ദ മോഡൽ കമ്പയർസ് പ്രഡിക്ഷൻ വേഴ്സസ് ആക്ച്വൽ ആൻസർ ടു കാൽക്കുലേറ്റ് ദ ലോസ്. നമ്മുടെ പ്രഡിക്ഷൻ എന്താണ്, നമ്മൾ വൈ ടെസ്റ്റും വൈ പ്രഡും തമ്മിലുള്ള ചെക്ക് ചെയ്യില്ലേ, അതേപോലെ ഇവിടെ വാലിഡേഷൻ ലോസ് വെച്ചിട്ട് ചെക്ക് ചെയ്യണം. അതാണ് ചെയ്യുന്നത്. വൈ ടെസ്റ്റ് വൈ പ്രഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിഫറൻസ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. സോ വാലിഡേഷൻ സ്പ്ലിറ്റ് ഈക്വൽ ടു 0.2, ഒരു 20% അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് മിസ്അണ്ടർസ്റ്റുഡ് പാരാമീറ്റേഴ്സ്. വി ഓൾറെഡി ഹാവ് എ ടെസ്റ്റ് സെറ്റ്, വൈ ഡു വി നീഡ് വാലിഡേഷൻ? സോ അതിൻ്റെ ഡാറ്റാ സെറ്റിൻ്റെ ഫ്ലോ നോക്കുക. അതിൻ്റെ ഒരു എൻ്റയർ ഡാറ്റാ സെറ്റ്, അതിൽ 80% ട്രെയിനിങ്ങിനും പോകുന്നുണ്ട്, ടെസ്റ്റിങ്ങിന് 20% പോകുന്നുണ്ട്. ട്രെയിനിങ് വാലിഡേഷൻ ഇവിടെ നിന്ന് ഈ ഒരു ട്രെയിനിങ്ങിൽ നിന്ന് 20% കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ടെസ്റ്റിംഗ് ഡാറ്റ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതല്ല, ഈ ട്രെയിനിങ്ങിൽ നിന്ന് എടുക്കുന്നതാണ്, ജസ്റ്റ് വാലിഡേഷന് വേണ്ടി മാത്രം. ടെസ്റ്റിങ്ങിൻ്റെ ഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മോഡലിന് ഓൾറെഡി അറിയാമല്ലോ, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റയാണ്, അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡൽ അതിൽ ഏൺ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിന്ന് വാലിഡേഷന് വേണ്ടിയിട്ട് ഒരു 20% എടുക്കണമെന്നുള്ളൂ, ആ ട്രെയിനിങ്ങിന് കൊടുത്ത 80%. ഓക്കെ, അതാണ് വാലിഡേഷൻ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. So the validation data comes only from the training set. The test set remains untouched until very end. അത് കാണിച്ചു കൊടുക്കാൻ പാടില്ല, അൺസിൻ ഡാറ്റ ആയിട്ട് തന്നെ കിടക്കും. അങ്ങനെയില്ല, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു 80% ഇല്ലേ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, അതൊന്നും ഒരു 20% വാലിഡേഷൻ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കും. ഇല്ല, മറ്റേ അത് സാമ്പിൾസ് ഇങ്ങനെ കൊടുക്കണമെന്നുള്ളൂ, വേറെ ഇതൊന്നുമില്ല. 80% തന്നെ യൂസ് ചെയ്യാം, റേഷ്യോ സെയിം തന്നെ. അതായത് ഇപ്പോൾ 45,000 ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ 80% എന്ന് പറയുമ്പോൾ എത്ര, 38 സംതിങ് ഉണ്ട് വരും. 38,000 റോസ് 80% പോയെന്ന് വെച്ചോ. പിന്നെ അതൊന്നും ഒരു 20% ഈ വാലിഡേഷന് എടുക്കുന്നേ ഉള്ളൂ, മറ്റേ ഡാറ്റ അങ്ങനെ തന്നെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, ചേഞ്ചസ് ഒന്നുമില്ല. And during training we want to know, is the model improving, but we cannot repeatedly evaluate on the test set. നമുക്ക് ഓരോ ടൈമും ഇത് ചെയ്തിട്ട് ഈ ടെസ്റ്റ് സെറ്റ് പോയിട്ട് വൈ ടെസ്റ്റും വൈ പ്രഡും തമ്മിലുള്ള ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആ ഒരു വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വാലിഡേഷൻ സ്പ്ലിറ്റ് എടുക്കുന്നത്. നമുക്ക് വൈ ടെസ്റ്റ് വൈ പ്രഡ് എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ഈ വാലിഡേഷൻ സ്പ്ലിറ്റിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് അതർവൈസ് വി ഇൻഡയറക്ട്ലി ഒപ്റ്റിമൈസ് ഫോർ ദി ടെസ്റ്റ് സെറ്റ്, മേക്കിംഗ് ദ ഫൈനൽ ഇവാലുവേഷൻ അൺറിലയബിൾ. സോ ഇത് കമ്പയർ ചെയ്തിട്ട് ടെസ്റ്റ് ഡാറ്റയായിട്ട് കമ്പയർ ചെയ്തിട്ട് എപ്പോഴും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടെസ്റ്റ് ഡാറ്റയ്ക്ക് വേണ്ടി ഇതിനെ പ്രിപ്പയർ ചെയ്യുകയാണ്. എല്ലാ ഡാറ്റയിലും ജനറലൈസ് ചെയ്ത് ഇതിനെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒപ്റ്റിമൈസ് ചെയ്യുന്നത് ആ ഒരു ടെസ്റ്റ് ഡാറ്റയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും, കമ്പയർ ചെയ്തിട്ട് അതിന് കറക്റ്റാക്കി പോകും. സോ അതുകൊണ്ടാണ് വാലിഡേഷൻ സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നത്. So making the final evaluation unreliable. The validation set provides an unbiased estimate during training while preserving the integrity of the test set. Towards the end, ഈ ഒരു ടെസ്റ്റ് ഡാറ്റ അതിന് കാണിച്ചു കൊടുക്കാൻ പാടില്ല. So why 20%? There is no universal rule. Common choices include 10%, 20%, 30%. നേരത്തെ ആ ഒരു സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. For data set with tens of thousands of rows, 20% provides a good balance between training data and validation data. So approach equal to 50. So എന്താണ് ഒരു approach എന്നുള്ളത്? One approach means the model has seen every training example exactly once. So training ഡാറ്റയിൽ 36,000 കസ്റ്റമേഴ്സ് ഉണ്ട്. One approach എന്ന് പറയുമ്പോൾ the network processes all 36,000 customers one time. So അതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് കസ്റ്റമർ 1 എന്ന് പോകുന്നു, പ്രഡിക്ഷൻ ചെയ്യുന്നു, ലോസ് ഫൈൻഡ് ചെയ്യുന്നു, വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നു, കസ്റ്റമർ 2ലേക്ക് പോകുന്നു. സോ ഇത്രയാണ് ഒരു കസ്റ്റമറിൻ്റെ പ്രോസസ്സ്. പ്രഡിക്ഷൻ, ആ ഒരു ലോസ് അപ്ഡേറ്റ്, അതിൻ്റെ കറക്ഷൻ, അത് റിപ്പീറ്റ് ചെയ്യുന്നത്.
സോ അടുത്തത് കസ്റ്റമർ 2ലേക്ക് പോകുന്നു. പ്രഡിക്ഷൻ, ലോസ്, വെയിറ്റ് അപ്ഡേറ്റ്. ഇത് 36,000 കസ്റ്റമേഴ്സിന് ചെയ്യണം. ഇതാണ് അത്രയും പാരാമീറ്റേഴ്സ് വന്നാലുള്ള ഓർഡർ. ഓക്കെ, 36,000 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ 36,000 കസ്റ്റമേഴ്സിന് ഇത് ചെയ്യണം. 1 മില്യൺ വന്നിട്ടുണ്ടെങ്കിൽ 1 മില്യൺ ഇത് ചെയ്യണം. സോ അത്രയും കമ്പ്യൂട്ടേഷൻ അവിടെ വരും. സോ വെൻ ആൾ കസ്റ്റമേഴ്സ് ഹാവ് ബീൻ പ്രോസസ് 1 എപ്പോച്ച് ഈസ് കംപ്ലീറ്റ്. ഒരു എപ്പോച്ച് കംപ്ലീറ്റ് ആകുന്നത് അതിൽ എത്ര റോസ് ഉണ്ടോ അത് ടോട്ടലി കംപ്ലീറ്റ് ആകുമ്പോഴാണ്. സോ അതാണ് ചില സംഭവങ്ങൾ റൺ ചെയ്യിക്കുമ്പോൾ 15 സെക്കൻഡ് 16 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണത്തിന് അത് ഇതുണ്ടാവുന്നത്. എത്ര ഹെവി ആവുമോ അത്രയും ടൈം എടുക്കും ഒരു എപ്പോച്ചിന്. സോ അങ്ങനെ ചിലപ്പോൾ നമ്മൾ 10 എപ്പോച്ച് 20 എപ്പോച്ചൊക്കെ ഇട്ടിട്ടാവും റൺ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ ഇതാണ്, എത്ര ഡാറ്റ കൂടുന്നോ അതിനനുസരിച്ചിട്ട് ആ ടൈമും കൂടും. അപ്പോൾ ടോട്ടൽ ടൈം അതിനനുസരിച്ചിട്ട് ഇൻക്രീസ് ആയിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ GPU ഒക്കെ കണക്ട് ചെയ്തിട്ട് കുറേ സാധനങ്ങൾ ഇതിൽ റൺ ചെയ്യിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം വരും. നമ്മൾ എൻജോബ്സ് എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് റൺ ചെയ്യിക്കണില്ലേ, എൻജോബ്സ് ടോട്ടൽ CPU കോഴ്സ് കൊടുത്തിട്ട്. അതല്ല വെറും സിസ്റ്റത്തിൻ്റെയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല ഡിഫറൻസ് വരും. ഫുള്ള് CPU കോഴ്സ് യൂട്ടിലൈസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ടൈം ഇൻക്രീസ് ആവും. ഇപ്പോൾ ക്ലിയർ ആണോ? ഓൺലൈനോ? ഇപ്പോൾ ക്ലിയർ ആണോ? സാർ ക്ലിയർ ആണ്. സംസാരിച്ചുകൊണ്ടിരിക്കും. So why train for 50 approaches? Because we do not know beforehand how many approaches are needed. നമുക്ക് ഇത്ര സ്റ്റെപ്പിൽ അത് കൺവേർജ് അച്ചീവ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്, ഒരു 50 എപ്പോച്ചസ് അല്ലെങ്കിൽ 20 എപ്പോച്ചസ് എന്ന് പറഞ്ഞിട്ട്. സോ അതും ഇപ്പോൾ ഈ പറഞ്ഞ ആ ഒരു കമ്പ്യൂട്ടേഷനും തമ്മിൽ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ എപ്പോച്ചസ് ചൂസ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ കമ്പ്യൂട്ടേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ 1000 2000 ഒക്കെ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം വയ്ക്കാൻ. സോ ദ മോഡൽ മൈറ്റ് കൺവേർജ് ഇൻ മേ ബി 12 approaches, 80 approaches or 27 approaches. Therefore, we specify a generous upper limit and let early stopping determine whether learning should stop. സോ നമുക്ക് അവിടെ കമ്പ്യൂട്ടേഷൻ വേസ്റ്റ് ചെയ്യാണ്ടിരിക്കാനാണ് ഈ ഒരു രീതിയിൽ ഏർലി സ്റ്റോപ്പിങ് കൊടുക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ ഒരു കൗണ്ട്സ് വരുമ്പോൾ അതിന് ബെസ്റ്റ് പാരാമീറ്ററിൽ സ്റ്റോപ്പ് ചെയ്യാം. അതാണ് ഏർലി സ്റ്റോപ്പിങ് ചെയ്യുന്നത്. So batch size equal to 32. This parameter is extremely important. What is a batch? Suppose 36,000 training samples. Instead of processing all samples at once, we divide them into smaller groups. 36,000 customers ഉണ്ട്. ഇതാണ് batch size. ഓക്കെ, ആ 32 സാമ്പിൾസ് ആണ് അറ്റ് എ ടൈം ചെക്ക് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ 1 by 1 ചെക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ കസ്റ്റമറിൻ്റെ പോകുന്നു, ആളുടെ ഫുള്ള് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് കസ്റ്റമർ 2 വരുന്നത്. ഒരുപാട് ടൈം എടുക്കും. 1 by 1 ആണ്. അതിന് ഫോക്കസ് കൂടുതൽ കിട്ടുന്നുണ്ട്, പക്ഷെ ഒരുപാട് നോയ്സിയാണ്. അതും ഒരു ബാച്ച് സൈസിൻ്റെ ഇതാണ്. സ്റ്റോക്കാസ്റ്റിക് വരുന്നുണ്ട് തോന്നുന്നു. സ്റ്റോക്കാസ്റ്റിക്, ബാച്ച്, മിനി ബാച്ച്, 3 എണ്ണമല്ലേ. അപ്പോൾ അതിൽ ബാച്ച് എന്ന് പറഞ്ഞാലും ഒരു റീസെൻറ്റ് ബാച്ച് അങ്ങനെയാണ് ഫുള്ളായിട്ട് എടുത്ത് വെക്കുന്നത്. സോ അതുകൊണ്ടാണ് മിനി ബാച്ച് ഒരു ഡീഫോൾട്ടായിട്ട് കുറേ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നത്. മിനി ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എങ്ങനെ പോകുന്നത്? 32, 64, 128, 256 അങ്ങനെയാണ് പോകുന്നത്. ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് ബാച്ച് സൈസ് കൊടുക്കുന്നത്. അപ്പോൾ 36,000 ട്രെയിനിങ് സാമ്പിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണം കൊടുക്കണം എന്നുള്ളതാണ് അവിടെ തീരുമാനിക്കുന്നത്. സോ വി ഡിവൈഡ് ദം ഇൻ ടു സ്മോളർ ഗ്രൂപ്പ്സ്. 32 സാമ്പിൾസ് അപ്ഡേറ്റ് വെയ്റ്റ്സ്, നെക്സ്റ്റ് 32 സാമ്പിൾസ് അപ്ഡേറ്റ് വെയ്റ്റ്സ്, നെക്സ്റ്റ് ബാച്ച്. നേരത്തെ ആ 1 by 1 ചെയ്യേണ്ടതാണ്. ഇൻഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാച്ച് സൈസ് എടുക്കുന്നത്. ക്ലിയർ ആണ്? And each group is called a batch. Why not use the entire data set? നമുക്ക് വേണമെങ്കിൽ ടോട്ടൽ ഡാറ്റ സെറ്റ് യൂസ് ചെയ്യാം. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വെയിറ്റും അപ്ഡേറ്റ് ചെയ്യില്ലേ. അപ്പോൾ ഈ എൻറ്റയർ ഡാറ്റ ആ ഒരു സിസ്റ്റം നോക്കണം. ഭയങ്കര ഹെവി ആയിട്ടുള്ള പ്രോസസ്സാണ്. സപ്പോസ് വി പ്രോസസ് ഓൾ 36,000 കസ്റ്റമേഴ്സ് ടുഗദർ. പ്രോബ്ലംസ് ലാർജ് മെമ്മറി യൂസേജ്. ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഇത്രയും ഡാറ്റയിൽ നോക്കണം. 36,000 റോസിൽ നോക്കണ്ടേ? അവരുടെ ഡീറ്റെയിൽസ് മൊത്തം നോക്കണം, അതിന് പാറ്റേൺസ് ഫൈൻഡ് ചെയ്യണം, അത് അപ്ഡേറ്റ് ചെയ്യണം. ആൻഡ് സ്ലോവർ അപ്ഡേറ്റ്സ്, ഒരുപാട് ടൈം എടുക്കും. ആൻഡ് ലെസ് ഫ്രീക്വൻറ്റ് ലേണിംഗ്. ഇപ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ള ഗെയിംസും ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിലാണെങ്കിൽ കൂടി
സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യുക. റാമിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ CPU കോഴ്സിലാണെന്നുണ്ടെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുക. അത് പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയും. അപ്പോൾ ഇത് എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ഭാഗത്തായിട്ട് ഇതിൻ്റെ ഇൻസ്റ്റൻസസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളത് റൺ ചെയ്യിക്കുകയും ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു ലോഡിൽ വരുമ്പോൾ ബാക്കിയുള്ളത് ഹാങ് ആകാൻ തുടങ്ങും. അതാണ് ഇവിടെ നടക്കുന്നത്. ആൻഡ് വൈ നോട്ട് ബാച്ച് സൈസ് ഈക്വൽ ടു 1? സോ ഓരോന്നായിട്ട് പ്രോസസ് ചെയ്യുന്നതിൻ്റെ ഇഷ്യൂ. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എൻ്റയർ ഡാറ്റ സെറ്റ് ഹാൻഡ്ലിങ്, അതിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഓരോന്ന് വെച്ചാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ 1 എടുക്കുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു, കസ്റ്റമർ 2 എടുക്കുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു, അങ്ങനെ കസ്റ്റമർ n എന്ന് പറയുമ്പോൾ ഈ കേസിൽ 36,000. അപ്പോൾ 36,000 സ്റ്റെപ്സ് അവിടെ ഹാൻഡിൽ ചെയ്യണം. അതും ഒരുപാട് ടൈം എടുക്കും. ദാറ്റ് അപ്ഡേറ്റ്സ് ബിക്കംസ് നോയ്സി. ഫോക്കസ് കൂടുതൽ കിട്ടുന്നുണ്ട്, പക്ഷേ ആ ഒരു അപ്ഡേറ്റ്സ് നോയ്സിയാണ്. അതുകൊണ്ടാണ് അതും യൂസ് ചെയ്യാത്തത്. മേക്കിംഗ് കൺവേർജൻസ് സ്ലോവർ ആൻഡ് ലെസ് സ്റ്റേബിൾ. അതായത് ഇവിടെ ലേണിംഗ് റേറ്റ് ഏറ്റവും കുറവ് വരും എന്ന് പറഞ്ഞില്ലേ, അതേപോലെ മൂവ് ചെയ്യിപ്പിച്ചിട്ട് അത് എത്തും, പക്ഷെ എത്തുന്ന ടൈം കുറേ എടുക്കും. സോ why 32? Batch size 32 is a widely used default because it offers stable gradients, efficient memory usage, good GPU utilization, fast convergence for many tabular datasets. So callbacks approach 1 വാലിഡേഷൻ ലോസ്, അത് നേരത്തെ പറഞ്ഞത്. ആദ്യത്തേൽ 1 0.51 വന്നു, 5th 0.36 വന്നു, 10th 0.29, 15th 2728, 0.3, പിന്നെയും ഇൻക്രീസ് ആവുന്നുണ്ട്, അങ്ങനെയും വരാം. സോ നോട്ടീസ് ആഫ്റ്റർ എപ്പോച്ച് 15 പെർഫോമൻസ് ബിഗിൻ ടു വേഴ്സൺ, കണ്ടിന്യൂയിങ് ട്രെയിനിങ് വുഡ് ലൈക്ലി ഇൻക്രീസ് ഓവർഫിറ്റിംഗ്. ഈ ഇതേ ഒരു ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഓവർഫിറ്റിങ്ങിന് ചാൻസ് ഉണ്ട്. എറർ നോയ്സ് മാത്രം അത് ലേൺ ചെയ്യാൻ തുടങ്ങും, എറർ കൂടുകയും ചെയ്യും. ആൻഡ് സ്റ്റിൽ ലേൺ ചെയ്യിപ്പിക്കുക എന്നുണ്ടെങ്കിൽ ഓവർഫിറ്റിങ്ങിന് ചാൻസ് ഉണ്ട്. സോ ഏർലി സ്റ്റോപ്പിംഗ് പ്രിവെൻസ് ദിസ്. നമ്മൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസ് 5 സെറ്റ് ചെയ്യുന്നു. 5 സെറ്റ് ചെയ്തിട്ട് ദിസ് ഡസ് നോട്ട് മീൻ സ്റ്റോപ്പ് ആഫ്റ്റർ 5 എപ്പോഴ്സ്. ഇറ്റ് മീൻസ് വെയിറ്റ് ഫോർ 5 കൺസിക്യൂട്ടീവ് എപ്പോഴ്സ് വിത്തൗട്ട് ഇംപ്രൂവ്മെൻറ്റ്. അവയിലത് കാണുന്നുണ്ടോ? അതായത് ഈ ആദ്യത്തെ ഒരു 15 എപ്പോഴ്സ് വരെ അതിൻ്റെ ഒരു റേറ്റ് ഭയങ്കര ഹൈയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ടായിരുന്നു. ഈ ഒരു 15ാമത്തെ എപ്പോഴ്സ് വരെ വലിയ കുഴപ്പമില്ലാണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് 1 അല്ലെങ്കിൽ ഇൻക്രീസ് ആവുകയൊക്കെയാണ് ചെയ്യുന്നത്, എറർ റേറ്റ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 സ്റ്റെപ്പ് വരെ വെയിറ്റ് ചെയ്യും, 5 എപ്പോഴ്സ് വരെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇമ്പ്രൂവ് ആവണില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നത്തെ ഒരു ബെസ്റ്റ് എപ്പോച്ച് ഏതാണോ, ബെസ്റ്റ് വെയ്റ്റ്സ് ഏതാണോ അതിൽ ഫിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ ഇതിൽ 10-15 ബെസ്റ്റ് എപ്പോഴ്സ്, സോ അതിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ 5 ഒഴിവാക്കിയിട്ട് അതിൽ സ്റ്റോപ്പ് ചെയ്യാം. അതാണ് ഏർലി സ്റ്റോപ്പിങ്ങിൽ കോൾ ബാക്സ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. സോ റീസ്റ്റോർ ബെസ്റ്റ് വെയ്റ്റ്സ് ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 15 0.27 ഉണ്ടായിരുന്നു, 16 0.28, 29, 30, 31. സോ നമ്മൾ 20ാമത്തേൽ സ്റ്റോപ്പ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്തിട്ട് 15 ചൂസ് ചെയ്യുന്നു. ഇതാണ് റീസ്റ്റോർ ബെസ്റ്റ് വെയ്റ്റ്സ്. ക്ലിയർ ആയോ? ആ എറർ കൂടി വരുന്ന ആ ഒരു ടൈമിലാണ്, ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഒരുപാട് പോകുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 0.27 അല്ലെങ്കിൽ 15ാമത്തെ എപ്പോസിറ്റിൽ സ്റ്റോപ്പ് ചെയ്യുന്നത്. ദ മോഡൽ ഒരുപാട് അങ്ങനെ ചേഞ്ച് ഇല്ല. മോഡൽ ഇമ്പ്രൂവ് ആവണമെങ്കിൽ പിന്നെ അത് റൺ ചെയ്യിച്ചിട്ട് കാര്യമില്ലല്ലോ, വെറുതെ കമ്പ്യൂട്ടേഷൻ പോകാന്നുള്ളൂ. അപ്പം നമ്മളത് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അത് ഇപ്പോൾ ഈ അടുത്ത് ഫൈൻഡ് ചെയ്യുകയാണ്. അത് ML വന്ന തന്നെയാണ്, ഗ്രോക്കിംഗ് എന്ന് പറയും. ഗ്രോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെയർ കേസാണ്. അതായത് നമുക്ക് ഈ ഒരു സംഭവം ഇമ്പ്രൂവ് ആയിട്ട് ലാസ്റ്റ് ഡിക്രീസ് ആവാൻ തുടങ്ങും. പക്ഷെ കുറേ എപ്പോഴ്സ് കഴിഞ്ഞപ്പോൾ ഒരു ടെസ്റ്റിലുണ്ടായതാണ്, ഇവരിത് റൺ ചെയ്യിച്ചിട്ട് ഓഫ് ചെയ്യാൻ മറന്നപ്പോൾ ഈ സംഭവം കുറേ കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല പ്രൊഡിക്ഷൻസ് വരാൻ തുടങ്ങി. ഈ വേഴ്സ്റ്റ് പ്രൊഡിക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ
കുറേ പോവുമല്ലോ, 20 കഴിഞ്ഞിട്ട് കുറേ പോകും. അപ്പോൾ ഒരു പോയിന്റിൽ ഇത് ഓഫ് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാൻ മറന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇത് ആദ്യത്തേനെക്കാട്ടിലും ബെസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ്സ് തരാൻ തുടങ്ങി. അത് എക്സെപ്ഷണൽ കേസാണ്, നമുക്കില്ല. LLMസിൻ്റെ കേസിലൊക്കെ വരുന്നതാണ്. എപ്പോച്ച് തന്നെയാണ് യൂസ് ചെയ്യുക. അതിലൊരു സർട്ടൻ പീരിയഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ഗ്രോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ ഇതിനെക്കാട്ടിലൊക്കെ ബെസ്റ്റ് പ്രഡിക്ഷൻസും അതുമൊക്കെ അതിന് തരാൻ പറ്റും. നോക്കണമെന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. The model would keep the weights from epoch 20. Those are not the best performing weights. Instead, TensorFlow restores the weight from epoch 50, where validation loss was lowest. This ensures the final model corresponds to the best observed validation performance. And എന്താണ് ഹിസ്റ്ററി സ്റ്റോർ ചെയ്യുന്നതെന്ന് ഇനിയിപ്പോൾ ആ എളി സ്റ്റോപ്പിങ്ങിൻ്റെ കഴിഞ്ഞു. അടുത്തത് ഹിസ്റ്ററി മോഡൽ ഡോട്ട് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതായിരുന്നു. ഹിസ്റ്ററി മോഡൽ ഡോട്ട് ഫിറ്റ്, എക്സ് ട്രെയിന്, വൈ ട്രെയിന്, വാലിഡേഷൻ സ്പ്ലിറ്റ്, എപ്പോച്ച് 50, ബാച്ച് സൈസ് 32, കോൾ ബാക്സ്. ഇതിലാണ് ആ ഒരു ഏർലി സ്റ്റോപ്പിംഗ് യൂസ് ചെയ്യുന്നത് ഈ കോഡിൽ. അവിടെ ഏർലി കോൾ ബാക്സ് ഈക്വൽ ടു ഏർലി സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ, അത് ഇവിടേക്ക് കോൾ ചെയ്യണം. ആ ഹിസ്റ്ററിയിൽ ഈ ലോഡ് ചെയ്യണ ആ ഒരു ഹിസ്റ്ററിയിൽ ലോഡ് ചെയ്യാണ്. So history equal to model dot fit etc. Training produces much more than a trained model. TensorFlow records metrics after every approach. അതാണ് ഈ ഒരു മെട്രിസസ് വെർബോസ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യിക്കുന്നത്. ദെൻ ട്രെയിനിങ് ലോസ്, വാലിഡേഷൻ ലോസ്, ട്രെയിനിങ് അക്യുറസി, വാലിഡേഷൻ അക്യുറസി, ഇതൊക്കെയാണ് അവിടെ പ്രിന്റ് ചെയ്യുന്നത്. വി ക്യാൻ ഇൻസ്പെക്ട് ദം ലേറ്റർ ഫോർ വിഷ്വലൈസേഷൻ. സോ അതിൻ്റെ കീസ് ആയിട്ട് പ്രിന്റ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത്, ലോസ്, അക്യുറസി, വാലിഡേഷൻ ലോസ്, ലോസ്, അക്യുറസി, വാലിഡേഷൻ അക്യുറസി, വാലിഡേഷൻ ലോസ്, ഇതാണ് അതിൻ്റെ കീസായിട്ട് പ്രിന്റ് ചെയ്യിക്കുമ്പോൾ വരുന്നത്. സോ എന്തുകൊണ്ടാണ് നമ്മൾ വാലിഡേഷൻ ഡാറ്റ യൂസ് ചെയ്യുന്നത്, മിനി വാസ് യൂസ് ചെയ്യുന്നത്. ഇനി വിഷ്വലൈസേഷൻസേ ഉള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാടൊന്നുമില്ല. ഇത്രയും വരെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടാവട്ടെ. സോ ഓരോ എപ്പോഴ്സും ഇങ്ങനെയാണ് റൺ ചെയ്യുക. ഇപ്പോൾ ടോട്ടലി 50 എപ്പോഴ്സ് ആണ്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ടാണ് റൺ ചെയ്യിച്ച് പോവുക. സോ ഓരോ എപ്പോഴ്സിലും ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ആൻഡ് ട്രെയിനിങ് വേഴ്സസ് വാലിഡേഷൻ അക്യുറസി. ഇപ്പോൾ നമ്മൾ ഏർലി സ്റ്റോപ്പിങ്ങിൻ്റെ കേസ് പറഞ്ഞില്ലേ, അപ്പോൾ ഓരോ എപ്പോഴ്സിലും ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ്, ട്രെയിനിങ് അക്യുറസിയും വാലിഡേഷൻ അക്യുറസിയും ഒരു രീതിയിൽ വരിക. എപ്പോച്ച് 10 വരെയുള്ളതാണ് ഇതിൽ കാണിച്ചേക്കണേ. അപ്പോൾ അതിൽ ഹൈ ആയിട്ടുണ്ടോ ലോ ആയിട്ടുണ്ടോ. ഇപ്പുറത്ത് വരുന്നത് അക്യുറസിയുടെ ആ ഒരു വൈ ആക്സിസിൽ വരുന്നത്, അതിൻ്റെ എക്സ് ആക്സിസിൽ എത്ര എപ്പോഴ്സ് വരുന്നുണ്ടെന്നുള്ളത്. ട്രെയിനിങ് അക്യുറസി, വാലിഡേഷൻ അക്യുറസി. നമ്മൾ ടെസ്റ്റിംഗ് അക്യുറസി ഒക്കെ ചെയ്യുന്നില്ല, സ്പ്ലിറ്റ് എടുത്തിട്ട് ചെയ്യുന്നത് വാലിഡേഷൻ സ്പ്ലിറ്റ് ആണല്ലോ. ട്രെയിനിങ് എന്നാണ് എടുത്ത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് രണ്ട് കമ്പയർ ചെയ്യുന്നത്, ട്രെയിനിങ് വേഴ്സസ് വാലിഡേഷൻ അക്യുറസി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ചെയ്യുന്നത് വാലിഡേഷൻ ലോസ് ആണ്. വാലിഡേഷൻ ലോസിൽ ട്രെയിനിങ് വേഴ്സസ് വാലിഡേഷൻ ലോസ്, ട്രെയിനിങ് ലോസും വാലിഡേഷൻ ലോസും എത്ര പേരുണ്ട് എന്നുള്ളത്. പിന്നെ ടോട്ടൽ എപ്പോച്ചസ് ട്രെയിൻഡ്, പ്രൊഡിക്റ്റ്. സോ അവിടെ ഏർലി സ്റ്റോപ്പിംഗ് വന്നുകൊണ്ടാണ് ടോട്ടലി 50 എപ്പോച്ചസ് ആണ് കൊടുത്തത്. പക്ഷെ അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് വരാത്തതുകൊണ്ടാണ് 12ൽ സ്റ്റോപ്പ് ചെയ്തത്. ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ 12ൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല. ആ ഇമ്പ്രൂവ്മെൻറ്റ് വരാത്തപ്പോഴാണ് അവിടെ ലോസ്, ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരാത്തപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. 50 കംപ്ലീറ്റ് ചെയ്യണം. ടെസ്റ്റ് ഇതിൽ വൈ ട്രെയിന് മാത്രമേ ഞാൻ
കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ടെസ്റ്റ് കൺവേർട്ട് ചെയ്തിട്ടില്ല. ഇത് നേരത്തെ തന്നെ കൺവേർട്ട് ചെയ്തേക്കണം, അതുകൊണ്ട് എറർ വരുന്നത്. അതിലിപ്പോഴും ആ എസ് എന്നാണ് കിടക്കുന്നത്, എസ് ഓർ നോ ടൈപ്പാണ് കിടക്കുന്നത്. ന്യൂറൽ നെറ്റ്വർക്സിന് എപ്പോഴും ന്യൂമറിക്കൽ വാല്യൂസ് വേണം കമ്പയർ ചെയ്യാൻ ഇതിനൊക്കെ. അത് നേരത്തെ തന്നെ ആ ഒരു സ്പ്ലിറ്റ് ചെയ്യണതിൻ്റെ മുന്നേ മാപ്പ് ചെയ്താൽ മതി റണ്ണിങ് ചാർട്ട്. ഇപ്പോൾ കറക്റ്റായില്ലേ? അത് ഒരു മാപ്പ് ചെയ്ത് കൊടുക്കുന്നത് വൈയിൽ ടോട്ടലായിട്ട് കൊടുക്കണം, അതുകൊണ്ടാണ് എറർ വന്നായിരുന്നത്. So every point represents the model's accuracy after one approach. The blue curve training accuracy shows performance only. So ഈ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഗ്രാഫ് നമ്മൾ ML ഒക്കെ ചെയ്ത പോലെ തന്നെയാണ്, ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ട്രെയിനിങ് വാലിഡേഷന് ഈ കോൺഫിഡൻസ് ആണ് പിന്നെ നോക്കുക. ഇതിൽ എസ് 0.51 എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അത് ഒരു 50-50 മോർ ദാൻ സ്ലൈറ്റ്ലി കോൺഫിഡൻ്റ് ആണ്. അത് 50-50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും വരാമല്ലോ, കോൺഫിഡൻ്റ് ആണ് കോൺഫിഡൻ്റ് അല്ല, അങ്ങനെയാണ് വരിക. സോ 51 സ്ലൈറ്റ്ലി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. So accuracy counts correct predictions, loss measures how confident the model is. So അതിൽ ലോസ് എന്ന് പറഞ്ഞിട്ട് വരുന്നില്ല ഇവിടെ. ഈ ലോസ് ആണ് എത്ര കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ലോസ് ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്നാണ് മീനിങ്. സോ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് ആക്ച്വലി എസ് എന്ന് പ്രൊഡിക്റ്റ് ചെയ്തു, പ്രൊഡിക്ഷൻ 0.51 വരുന്നുണ്ട് കോൺഫിഡൻസ്. സോ കറക്റ്റ് പ്രൊഡിക്ഷൻ ആക്ച്വലി അക്യുറസി കറക്റ്റ് ആണ്, ലോസ് ഈക്വൽ ടു റിലേറ്റീവ്ലി ഹൈ ബിക്കോസ് ദ മോഡൽ ഈസ് ബെയർലി കോൺഫിഡൻറ്റ്. ആൻഡ് മോഡൽ ബി എന്ന് പറയുന്നത് പ്രൊഡിക്ഷനിൽ 0.99 വരുന്നു, കറക്റ്റ് പ്രൊഡിക്ഷൻ. അക്യുറസി കറക്റ്റ് ആണ്, ലോസ് മച്ച് ലോവർ ബിക്കോസ് ദ മോഡൽ ഈസ് കോൺഫിഡൻ്റ്ലി കറക്റ്റ്. ലോസ് കുറവായിരിക്കും അവിടെ. മറ്റേതിൽ റിലേറ്റീവ്ലി ഹൈ ആണ്, ബെയർലി കോൺഫിഡൻ്റ് ആയതുകൊണ്ട്. സോ ഇൻ്റർപ്രറ്റിംഗ് ലേണിംഗ് കർവ്സ്, ഗുഡ് മോഡൽ ട്രെയിനിങ്ങിൽ ഹൈ വരുന്നത്. സോ അക്യുറസി ആണെന്ന് അബിലിന് ശ്രീഹരിയാണോ? ശ്രീഹരിയുടെ ആണ് അല്ല, ഇവ ഓഫാണ്, അബിലിൻ്റെ ആണ്. എടാ അവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു, വർത്താനം പറയണമെന്ന്. അല്ല വർത്താനം പറയണം, കുഴപ്പമില്ല.
ഓക്കെ, ഇപ്പോൾ നമുക്ക് അക്യുറസി ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് ആ ഹൈയിലോട്ട് പോകുന്ന കാണിക്കണ്ടേ. അപ്പോൾ അക്യുറസി ഇങ്ങനെ ഹൈയിലോട്ട് പോകുന്നത്, ഇവിടെ അല്ല അക്യുറസി വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ ഇൻക്രീസ് ചെയ്ത് പോകണം. അതാണ് അക്യുറസിയുടെ ടൈമിൽ വരുന്നുണ്ട്. ലോസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലോസ് കുറഞ്ഞ് പോകണമെന്ന് കാണിക്കണം. കാരണം ലോസ് കൂടുതലാവുക എന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ലോസ് കുറഞ്ഞു വരുന്ന ആ ഒരു ഗ്രാഫാണ് ബെറ്റർ. ആൻഡ് അക്യുറസി കൂടി വരുന്ന ഗ്രാഫ് അതേപോലെ തന്നെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ആൻഡ് ഇവിടെ നിന്നൊക്കെ ഡിപ്പ് ചെയ്യുന്നുണ്ടത് വാലിഡേഷൻ അക്യുറസി ഒക്കെ. അപ്പോൾ അങ്ങനത്തെ ടേംസും വരാം. അപ്പോൾ അക്യുറസി ഹൈ ആവുന്നത് നോക്കണം, ലോസ് ഏറ്റവും ലോ ആവുന്നത്. പിന്നെ നമ്മൾ നേരത്തെ യൂസ് ചെയ്തായിരുന്ന ടേംസ് തന്നെയാണ് മിസ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വരുന്നില്ലേ. അതേപോലെ CME = കൺഫ്യൂഷൻ മെട്രിക്സ് അക്യുറസി എത്ര 89% ആണ് അക്യുറസി വരുന്നത്. പിന്നെ കൺഫ്യൂഷൻ മെട്രിക്സ് = വൈ ടെസ്റ്റും വൈ പ്ലോട്ടും തമ്മിലുള്ള മിസ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ അതൊന്ന് പ്ലോട്ട് ചെയ്യുകയാണ്. ദെൻ കാൽക്കുലേറ്റ് ROC UC സ്കോർ, പ്രോബബിലിറ്റി വരുന്നില്ലേ, ഫാൾസ് പോസിറ്റീവ് റേറ്റ് ഒക്കെ ML ഒക്കെ ചെക്ക് ചെയ്തായിരുന്ന പോലെ ഇവിടെയും ചെക്ക് ചെയ്യണം. AUC 0.79 ഉള്ളൂ. ആൻഡ് ത്രഷോൾഡ് സെറ്റ് ചെയ്യണം. ത്രഷോൾഡ് = 0.30 എന്ന് പറഞ്ഞിട്ട് വൈപ്രഡ് ന്യൂ എന്ന് പറഞ്ഞിട്ട് ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് ഉള്ളത് മാത്രം കൺവേർട്ട് ചെയ്തെടുക്കുക. പ്രഡിക്റ്റ് ഫോർ എ സിംഗിൾ കസ്റ്റമർ. പിന്നെ പ്രഡിക്ഷൻ ചെയ്യാന്ന് ന്യൂ കസ്റ്റമർ പ്രോസസ്ഡ് അപ്ലൈ ദ സെയിം പ്രോസസ്സിങ്. ഇപ്പോൾ നമ്മൾ പ്രീ പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ട് പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു, ന്യൂമറിക്കലിനും കാറ്റഗറിക്കലിനും. അപ്പോൾ ആ ഇത് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീ പ്രോസസ്സർ ഡോട്ട് ട്രാൻസ്ഫോം ന്യൂ കസ്റ്റമർ. ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂസ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ML ഒക്കെ ചെയ്യുന്ന പോലെ. ഏജ് 42, അങ്ങനെ ഒരാളുടെ ഡാറ്റ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. 17 ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. 16 ഫീച്ചേഴ്സ് ഉണ്ടോ ഉണ്ട്. ക്ലോസ് ചെയ്താണ്. സോ അതിൻ്റെ ത്രഷോൾഡ് അഗെയിൻ എടുക്കുകയാണ്. പ്രഡിക്ഷനിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50% മേലെ വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ഈസ് ലൈക്ലി ടു സബ്സ്ക്രൈബ്. അല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഈസ് അൺലൈക്ലി ടു സബ്സ്ക്രൈബ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50യുടെ താഴത്ത് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാൻസ് ഇല്ല. 50% മേലേക്ക് വരുന്നത് ത്രഷോൾഡിൽ 50% മേലേക്ക് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള ഒരു പ്രഡിക്ഷനാണ് അവിടെ വരും. ഇതിൻ്റെ കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ സിഗ്മോയിഡ് ആയിരിക്കും ഫൈനലി യൂസ് ചെയ്യുന്നുണ്ടാവുക. അതിൽ ഈ -8 അങ്ങനെ വാല്യൂസ് വരുമ്പോൾ ഇത്ര കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഇതും കൂടി വരുമല്ലോ സിഗ്മോയിഡിൻ്റെ ടേം. മനസ്സിലായില്ല? നേരത്തെ ഒരു -8ന് ഏറ്റവും ലോ കോൺഫിഡൻസ് വരും എന്ന് പറഞ്ഞു. സിഗ്മോയിഡിൽ ഒരു കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലി ആ ഒരു ലെയറിൽ സിഗ്മോയിഡാണ് ആക്ടിവേഷൻ ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ പ്രഡിക്ഷനിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യും. -8 ആണെന്നുണ്ടെങ്കിൽ മേ ബി 0.008 ആയിരിക്കും പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8% ഒക്കെ ആയിരിക്കും പ്രഡിക്ഷൻ വരാനുള്ള പ്രോബബിലിറ്റി. കോൺഫിഡൻ്റ് ആയിരിക്കും, ലെസ് കോൺഫിഡൻ്റ് ആയിരിക്കും, അങ്ങനെയുള്ള ടേംസാണ് വരിക. അപ്പോൾ 1 ആണ് പ്രഡിക്ഷൻ വന്നെങ്കിലും അതിൽ എത്ര % കോൺഫിഡൻ്റ് ആണെന്നാണ് അവിടെ നോക്കുക. സോ അതിൽ ഗ്രേറ്റർ ദാൻ 0.5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50%. ഗ്രേറ്റർ ദാൻ 50% കോൺഫിഡൻസ് വരുന്നുണ്ടെങ്കിൽ അയാൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന് കുറവാണെന്നുണ്ടെങ്കിൽ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ആ നമ്പർ കൺവേർട്ട് പ്രഡിക്ഷൻ എന്താണോ അതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് 0.5 ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ത്രഷോൾഡ് ചെക്ക് ചെയ്യും. ഓക്കെ, പ്രഡിക്ഷൻ നമ്മൾ ആ ഒരു ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് പ്രീ പ്രോസസർ യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്യും. ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ പ്രഡിക്ഷൻ = മോഡൽ ഡോട്ട് പ്രഡിക്റ്റ്. ML യൂസ് ചെയ്യുന്ന പോലെ തന്നെ മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് അവിടെ എക്സസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഇവിടെ ഒരു പുതിയ ഡാറ്റ ആയതുകൊണ്ട് ന്യൂ കസ്റ്റമർ പ്രോസസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ന്യൂ കസ്റ്റമർ പ്രോസസ്ഡ് കൺവേർട്ട് ചെയ്ത ഒരു ഡാറ്റ. സോ
റൺ ചെയ്യിക്കുന്നു. 0.17 ആണ്, 17% ഉള്ളൂ. കൺവേർട്ട് പ്രോബിലിറ്റി ടു എ ബിസിനസ് കസ്റ്റമർ ഈസ് അൺലൈക്ലി ടു സബ്സ്ക്രൈബ്. ഈ വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്രഡിക്ഷൻസ് വരും. ഓക്കെ, സോ കസ്റ്റമർ ഫീച്ചേഴ്സ്, അപ്ലൈ പ്രീ പ്രോസസ്സിങ്, കസ്റ്റമർ ഈസ് അൺലൈക്ലി ടു സബ്സ്ക്രൈബ്. ഇപ്പോൾ നമ്മൾ ചെയ്ത ഫുൾ പ്രോസസ്സാണ് ഒരു പൈപ്പ് ലൈൻ പോലെ കാണിക്കുന്നത്, ഫ്ലോ പോലെ കാണിക്കുന്നത്. കസ്റ്റമർ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ദെൻ അപ്ലൈ പ്രീ പ്രോസസ്സിങ്, സ്റ്റാൻഡേർഡൈസേഷൻ. നമ്മൾ പ്രീ പ്രോസസ്സർ ക്രിയേറ്റ് ചെയ്തില്ല, പൈപ്പ് ലൈൻസ് 2 സെക്ഷനായിട്ട്. ആദ്യത്തേൽ അതിൽ ഒരു സ്കെയിലിങ്ങും കാര്യങ്ങളും അപ്ലൈ ചെയ്യണം, പിന്നെ 1 ഹോട്ടും ഇതൊക്കെ കാറ്റഗറിയിലൊക്കെ അപ്ലൈ ചെയ്യണ്ടായിരുന്നു. സോ സ്കെയിലിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡൈസേഷനും 1 ഹോട്ട് എൻകോഡിങ്ങും കൂടി അപ്ലൈ ചെയ്തു പ്രീ പ്രോസസ്സർ പൈപ്പ് ലൈൻസിൽ. പിന്നെ പ്രീ പ്രോസസ്സിങ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 51 ഇൻപുട്ട് ഫീച്ചേഴ്സ് 1 ഹോട്ടൊക്കെ കഴിഞ്ഞപ്പോൾ. സോ അതാണ് ഇങ്ങോട്ട് ഇൻപുട്ട് ന്യൂറോൺസ് ആയിട്ട് സെറ്റ് ചെയ്തത്. അതായത് നമ്മൾ എന്താ ചെയ്തത്, ആദ്യത്തെ ഹിഡൻ ലെയർ ക്രിയേറ്റ് ചെയ്തു, ഡെൻസ് ലെയർ ആണ് ക്രിയേറ്റ് ചെയ്തത്. അതിൽ ഹിഡൻ ലെയർ 1ൽ 32 ന്യൂറോൺസ് നേരത്തെ സെറ്റ് ചെയ്ത പോലെ ചെയ്തു. പിന്നെ അടുത്ത എന്താ, ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ലീനിയർ ആയിട്ടാണ് ഈ ഒരു ഔട്ട് പോവുക. എന്താണോ 32ൻ്റെ ഔട്ട് വരുന്നത് അത് തന്നെയാണ് അടുത്ത ലെയറിലോട്ടും പാസ് ചെയ്യുന്നത്. സോ അത് നോൺ ലീനിയാരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഔട്ട് വരേണ്ടത് അതിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ റെയിലു ക്രിയേറ്റ് ചെയ്താൽ എന്താ ഉണ്ടാവുക, 32 ന്യൂറോൺസിൽ ആ സമ്മേഷൻ്റെ ഔട്ട് എന്താണോ വരുന്നത് അതാണ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. 0 ആണെങ്കിൽ 0, അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും 0. ആ രീതിയിലാണ് പാസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് റെയിലു അപ്ലൈ ചെയ്തത്. ദെൻ അടുത്തതിൽ ആ ഒരു ബാക്ക് പ്രൊപ്പഗേഷൻ്റെ ഇതും ഇതൊക്കെ വരും കഴിഞ്ഞിട്ട് സ്റ്റിൽ ഹിഡൻ ലെയർ 2 ക്രിയേറ്റ് ചെയ്തു 16 ന്യൂറോൺസ് വെച്ചിട്ട്. കംപ്രഷന് വേണ്ടിയിട്ട് 16 ന്യൂറോൺസ് ക്രിയേറ്റ് ചെയ്തു. റെയിലു അപ്ലൈ ചെയ്യുന്നു അഗെയിൻ. ആൻഡ് ഔട്ട്പുട്ട് ലെയറിൽ 1 ന്യൂറോൺ. അവിടെ സിഗ്മോയിഡ് അപ്ലൈ ചെയ്തു. സിഗ്മോയിഡ് അപ്ലൈ ചെയ്തിട്ടാണ് ലാസ്റ്റ് എത്ര കോൺഫിഡൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്തത്. ആൻഡ് അവിടെ നിന്ന് പ്രോബിലിറ്റി ചെക്ക് ചെയ്യുന്നു, ബിസിനസ് ഡിസിഷൻ, സബ്സ്ക്രൈബ് ചെയ്യുമോ ചെയ്യില്ലേ എന്നുള്ളത്. ഇവിടെ എന്താണ്ടായി, ആ ഒരു ഹിഡൻ ലെയേഴ്സിൽ അതിൻ്റെ ലേണിങ്സ് ടോട്ടലി നടന്നു. ആൻഡ് ഇവിടെ നിന്ന് അതിൻ്റെ പ്രോബിലിറ്റി ചെക്ക് ചെയ്തു. അവിടെ നിന്ന് ഒരു ബിസിനസ് ഡിസിഷൻ. ഇതാണ് ഒരു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ സ്ട്രക്ചറും അത് വർക്ക് ചെയ്യുന്ന രീതി. വേറെ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാണ്ടോ നോക്കട്ടെ. അണ്ടർ ഫിറ്റിംഗ്, വാലിഡേഷൻ, ട്രെയിനിങ് ഹൈ ആണ്, വാലിഡേഷൻ ലോ ആണ്. And how the model has started memorizing. ഇതിൽ ഓവർഫിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ the model has started memorizing the training data instead of learning general patterns. It performs extremely well on familiar examples but struggles with unseen customers. This is the classic definition of ഓവർഫിറ്റിംഗ്. നമ്മുടെ ട്രെയിനിങ് ഡാറ്റ നന്നായിട്ട് മെമ്മറൈസ് ചെയ്യും, ബാക്കിയുള്ള ടെസ്റ്റിംഗ് ഡാറ്റയിൽ സ്ട്രഗിൾ ചെയ്യും. അതാണ് ഓവർഫിറ്റിംഗ്. ആൻഡ് എങ്ങനെയാണത് കുറയ്ക്കുക, ഏർലി സ്റ്റോപ്പിങ്. നമ്മൾ ആ ഒരു ലോസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാത്തപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നില്ല മോഡലിൽ. ഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ആ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രഡിക്ഷൻസ് വെച്ചിട്ട് ഓവർഫിറ്റിങ്ങിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നേരത്തെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ദെൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യുക. റാൻഡംലി ഡീആക്ടിവേറ്റ് സം ന്യൂറോൺസ് ഡ്യൂറിങ് ട്രെയിനിങ്. നമ്മൾ ന്യൂറോൺസിൽ എല്ലാ ഡാറ്റയും പാസ് ചെയ്യുന്നത് പറഞ്ഞല്ലോ, അവിടെ നിന്നാണ് ലേൺ ചെയ്യുന്നത്. നമ്മളെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ന്യൂറോൺസിനെ ഓഫ് ചെയ്ത് വെക്കും. ചില ന്യൂറോൺസിൽ ഈ ഒരു ഡാറ്റ പാസ് ചെയ്യണ്ട. അപ്പം അങ്ങനെ, കാരണം എല്ലാത്തിലും ഡാറ്റ പാസ് ചെയ്യുമ്പോഴാണ് ഒരുപാട് ലേണിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ചില ന്യൂറോൺസ് ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കും. This prevents the network from relying too heavily on single neuron. So we will introduce dropout in a later section. L2 regularization. പിന്നെ ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. Penalizes excessively large weight, encouraging simpler models. കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. Then collect more data, more diverse examples often improve generalization. Then reduce model complexity. Instead of 128, 64, 32. Try 32, 60. A smaller network is less likely to memorize less. അതാണ് ഒരുപാട് ന്യൂറോൺസും ഇതൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ 32-ന് പകരം യൂട്യൂബ് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 64 ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. നോർമലി 64 അല്ലെങ്കിൽ 128 ഒക്കെ. കുറേ ലേണിങ് വരും ഒരുപാട് ന്യൂറോൺസ് ഒക്കെ വരുമ്പോൾ. പക്ഷെ സെയിം
ഡാറ്റ അത്ര ക്വാളിറ്റി ഇല്ലാത്ത ഡാറ്റയാണ്. ആൻഡ് ഒരുപാട് ടൈം ഇതിന് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിൽ പോകുമ്പോൾ ഓഫ് ഹിറ്റിങ്ങിന് ചാൻസ് ഉണ്ട്. So looking at the best approach, because we enabled early stopping, training may stop before reaching 50 approaches. Let's check how many approaches actually ran. So total approach trained. ഇതിൽ 12 ആയിരുന്നു. Why did training stop at 70? ഒന്നുമില്ല, ഓൾറെഡി പറഞ്ഞാണ്. So evaluating on unseen test data. Calculate accuracy, high accuracy, conclusion accuracy. സമയത്ത് ഒന്നുമില്ല, ഫുഡ് വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി